Mothers Bible Quiz Season 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഗ്രാൻഡ് ഫിനാലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. പ്രിയ അമ്മമാരെ, നിങ്ങളെക്കാൾ ഭാഗ്യമുള്ളവരായി ഇവിടെ വേറെ ആരുമില്ല. കർത്താവിന്റെ ശരീരത്തിന് കൊടുത്ത അതേ ആദരവ് ദൈവവചനത്തിന് നൽകി നിങ്ങൾ വചനം വായിച്ചു, ധ്യാനിച്ചു. വചനം പഠിച്ച് ദൈവത്തെ ദർശിച്ച ഈ താഴ്വരയിലേക്ക് കടന്നുവന്ന എല്ലാവരും ഭാഗ്യം ലഭിച്ചവർ. പോകുവിൻ, പോയി വചനത്തിൽ ജീവിച്ച് പ്രഘോഷിക്കുവിൻ. നിങ്ങളുടെ മക്കളിൽ, കുടുംബങ്ങളിൽ, മതബോധന ക്ലാസുകളിൽ, ഇടവകയിൽ, സമൂഹത്തിൽ. ദൈവത്തെ ദർശിച്ച ഈ താഴ്വരയിലേക്ക് നാം എത്തിയതെങ്ങനെ? അല്ലയോ കൂട്ടുകാരെ, ആരെങ്കിലും ഇവിടെയുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. കണ്ണുണ്ടായിട്ടും ഇരുട്ടിൽ തപ്പി തടയുന്നു. കാതുണ്ടായിട്ടും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ചലനമറ്റ നാവാൽ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു. വരൂ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ അപ്പച്ചനായ ദൈവത്തോട് യാചിക്കാം. ആവാ പിതാവേ, ഞങ്ങളുടെ കണ്ണുകളിൽ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. സൃഷ്ടിജാലങ്ങളുടെ സ്വരം ശ്രവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളുടെ നാവിന്റെ കെട്ടഴിക്കണമേ. ഹായ്, എന്റെ കണ്ണിലെ ഇരുട്ട് മാറിയിരിക്കുന്നു. എനിക്ക് സ്വരങ്ങൾ കേൾക്കാൻ കഴിയുന്നു. എനിക്ക് സ്തുതിക്കാനും കഴിയുന്നുണ്ട്. നമുക്ക് വെളിച്ചമായി, കേൾവിയായി, സ്വരമായി വന്നത് എന്താണ്? ഈ വചന വെളിച്ചം നമ്മളിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ഉളവാക്കിയെങ്കിൽ ഈ വചനം എത്ര ശക്തമായിരിക്കും? വിശ്വാസയോഗ്യവും സത്യവുമാ ഫലരഹിതമായി മടങ്ങുകില്ല. കേട്ടിടും സമയം പൂർത്തിയാകും വലിയൊരു ധൈര്യം. തിരുവചനം, 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 തിരുവചനം. അതേ കൂട്ടുകാരെ, കർത്താവിന്റെ ശരീരത്തിന് കൊടുത്ത അതേ ആദരവ് കൊടുക്കേണ്ട വചനത്തെ, ചെങ്കടലിനെ രണ്ടായി പിളർന്ന വചനത്തെ, അഗ്നിയായി മേഘമായി കാത്തു പാലിച്ച വചനത്തെ വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും നമുക്കും പോകാം. നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിന് ഒരു വചന നിക്ഷേപം ഒരുക്കാം. ലോകത്തിന്റെ സുവിശേഷ പ്രഘോഷകരാകാം.
60 ടീമുകളുമായി നാം ആരംഭിച്ച നമ്മുടെ ഈ പെനുവേൽ യാത്ര 4 ടീമുകളുമായി അതിന്റെ അവസാനഘട്ട പോരാട്ടത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനം, അവർണ്ണനീയ ദാനങ്ങളാണ് ഈ വേദിയിലെത്തിയ എല്ലാവർക്കും സമ്മാനിച്ചിട്ടുള്ളത്. നാം ഏവരും ഏറെ പ്രതീക്ഷയോടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇന്ന് മാറ്റിരിക്കുന്നത് 4 ടീമുകളാണ്. വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ടീം കൊഴിഞ്ഞാമ്പാറ, ടീം ഇരുമ്പകച്ചോല, ടീം പൊന്നങ്കോട്, ടീം ജെല്ലിപ്പാറ. Once again, welcome to Penuvel Mothers Bible Quiz Season 2 Grand Finale. പ്രേക്ഷകരും മത്സരാർത്ഥികളും ഒരേപോലെ കാത്തിരിക്കുന്ന നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സുന്ദരമായ മുഖം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഏവർക്കും സ്വാഗതം. 60 ടീമുകളുമായി ആരംഭിച്ച ഈ മത്സരം ഇന്ന് ഈ 4 വിജയികളിൽ എത്തി നിൽക്കുകയാണ്. 4 ടീമുകളാണ് ഈ ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരയ്ക്കാനുള്ളത്. ടീം കൊഴിഞ്ഞാമ്പാറ, ടീം ഇരുമ്പകച്ചോല, ടീം പൊന്നങ്കോട്, ടീം ജെല്ലിപ്പാറ. ഈ മത്സരത്തിൻ്റെ ആദ്യ അവസാനം നാം കേട്ടുകൊണ്ടിരുന്ന പേര് പെനുവേൽ എന്നാണ്. ടീം ഇരുമ്പകച്ചോല, എന്താണ് പെനുവേൽ എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ മുഖം, ദൈവത്തിന്റെ മുഖം, ദ ഫേസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ മുഖത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ് എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവർ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. യാക്കോബ് ദൈവത്തെ കണ്ടുമുട്ടിയ, ദൈവത്തിൻ്റെ മുഖം ദർശിച്ച സ്ഥലമാണ് പെനുവേൽ. ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, കഴിഞ്ഞ സുദീർഘമായ നാളുകളിലൂടെ, വിവിധ എപ്പിസോഡുകളിലൂടെ ഈ മത്സരവേദിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, പ്രേക്ഷകരും കണ്ടുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ചൈതന്യവത്താർന്ന മുഖമാണ്. മിശിഹായുടെ അവതീർണമായ വചനത്തിൻ്റെ മുഖമാണ് നാം ദർശിച്ചുകൊണ്ടിരുന്നത്. നാം ആരംഭിക്കുകയാണ് പുതിയൊരു എപ്പിസോഡ്. 5 ഘട്ടങ്ങളായിട്ടാണ്, 5 റൗണ്ടുകളായിട്ടാണ് ഈ മത്സരം പൂർത്തിയാകാനിരിക്കുന്നത്. ഈ ഗ്രാൻഡ് ഫിനാലയിൽ 2 സർപ്രൈസുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് അല്പം പരിചയമുള്ളതാണ്, അത് മുന്നിൽ കാണുന്ന ഗോൾഡൻ ലാഡറാണ്. ഗോൾഡൻ ലാഡർ അതുപയോഗിച്ച് മുകളിലേക്ക് കയറാനും താഴേക്കിറങ്ങാനും കഴിയും. തുടർന്നുള്ള സമയത്ത് അവസാനത്തെ റൗണ്ടിന് മുൻപ് വരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടീമിന് ബസർ ചെയ്ത് ഗോൾഡൻ ലാഡർ ഉപയോഗിക്കാനുള്ള അവസരം കരസ്ഥമാക്കാൻ കഴിയും. അതിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്? നിങ്ങൾ ബസർ ചെയ്യുന്നു. ബസർ ചെയ്യുന്ന ടീമിന് ഗോൾഡൻ ലാഡറിനുള്ളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു ചോദ്യം ലഭിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 50 പോയിന്റ് തരും. നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾ എനിക്ക് 50 പോയിന്റ് തരേണ്ടി വരും. വ്യക്തമാണ്? രണ്ടാമത് മറ്റൊരു സർപ്രൈസ് കൂടിയുണ്ട്. അതൊരു ഗ്രാൻഡ് ഫിനാലെ സർപ്രൈസാണ്. അതിനെക്കുറിച്ച് 4ാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. നാം ആദ്യത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ശരി അല്ലെങ്കിൽ തെറ്റ്, അത് മാത്രമേ നിങ്ങൾ പറയേണ്ടതുള്ളൂ. നിങ്ങൾക്ക് നൽകപ്പെടുന്ന ചോദ്യം അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാൻ നിങ്ങൾക്കുള്ള സമയം 10 സെക്കൻഡാണ്. 10 സെക്കൻഡ് കൊണ്ട് നിങ്ങളൊരു നിലപാടെടുക്കണം. ശരിയെന്നോ തെറ്റെന്നോ ഒരു നിലപാടെടുക്കണം. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് ഉയർത്തിപ്പിടിക്കാം. അതിനുശേഷം ഉത്തരം പറയും. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ ശരിയായ കാർഡ് ഉയർത്തിപ്പിടിച്ച 4 ടീമുകൾക്കും 30 പോയിന്റ് വീതം ലഭിക്കും. ഈ റൗണ്ടിൽ മൈനസ് പോയിന്റുകളൊന്നും ഉണ്ടാവുകയില്ല. നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ച തൻ്റെ പുത്രനെ വധിച്ച കൃഷിക്കാരെ കുറിച്ചാണ് ഇത്. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ച തൻ്റെ പുത്രനെ വധിച്ച കൃഷിക്കാരെ കുറിച്ചാണ് ഇത്. നോ എന്നാണ് 4 ടീമുകളും പറയുന്നത്. നിങ്ങൾക്ക് അത്ര ഉറപ്പാണോ? എങ്കിൽ പറയൂ, ടീം ജെല്ലിപ്പാറ
എന്താണ് ഇതിനകത്തെ പ്രശ്നം? മുന്തിരിത്തോട്ടത്തിലെ വീട്ടുടമസ്ഥന്റെ കാര്യമാണ്. മുന്തിരിത്തോട്ടത്തിലൊരു വീട്ടുടമസ്ഥനൊക്കെ ഉണ്ടോ? യജമാനനെ പറ്റിയിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥം പഠിച്ച് ആകെ കൺഫ്യൂഷനായോ? യജമാനൻ എന്നാണ് അവിടെ. അതാണോ ഇതിനകത്തെ തെറ്റ്? എന്താണ് തെറ്റെന്നാണ് ടീം കൊഴിഞ്ഞാമ്പാറയ്ക്ക് തോന്നുന്നത്? വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട. ഉത്തരം ശരിയാണ്. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ കുറിച്ച് പറയുന്ന ആ ഭാഗത്താണ് രാജാവ് ക്രോധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നത്. നിങ്ങളുടെ തീരുമാനം ശരിയാണ്. 4 ടീമുകൾക്കും 30 പോയിന്റുകൾ വീതം നൽകിക്കൊണ്ട് ഈ ഗ്രാൻഡ് ഫിനാലയുടെ സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ശരിയോ തെറ്റോ? ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. സമയം പൂർത്തിയായിരിക്കും. നിങ്ങൾ ഒരുമിച്ചാണ് തീരുമാനം എടുക്കുള്ളൂ എന്നാണ്, തെറ്റായാലും ശരിയായാലും. എന്തുകൊണ്ടാണ് ടീം ജെല്ലിപ്പാറ തെറ്റാണ് എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അതാണ് നിങ്ങൾ വിചാരിച്ചത്. അതിന്റെ കൂടെ വേറെ ഉണ്ട്. സത്യത്തിൽ അതല്ല ഇവിടുത്തെ തെറ്റ്. ഇരുമ്പകച്ചോല പറയാമോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ഞാൻ കൽപ്പിച്ചതുപോലെ എന്നല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ എന്നാണത്. ഏതായാലും നിങ്ങൾ എടുത്തിരിക്കുന്ന കാർഡുകൾ ശരിയായിരിക്കുന്നത് കൊണ്ട് 4 ടീമുകൾക്കും വീണ്ടും 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം. അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം കാണുന്നല്ലോ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. ശരിയോ തെറ്റോ? സമയം പൂർത്തിയായിരിക്കുന്നു. തെറ്റ് 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 എന്നാണ് പറയുന്നത്. എന്താണ് ടീം പൊന്നങ്കോട് ഇതിനകത്ത് തെറ്റ്? ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശിഷ്യന്മാർ ഉത്തരം ശരിയാണ്. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്നല്ല, ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നാണ്. ഇത്ര സൂക്ഷ്മമായ ഒരു കാര്യമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ 4 ടീമുകൾ ഓർത്തിരിക്കുന്നത്? ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് അത്ഭുതപ്പെടുന്നുണ്ട്. ഞങ്ങളെ മാത്രമല്ല, കാണുന്ന പ്രേക്ഷകരെ മുഴുവനും ഇത് അത്ഭുതപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കൃത്യത അത് അഭിനന്ദനാർഹമാണ്. 4 ടീമുകളും വീണ്ടും കരസ്ഥമാക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവന്റെ പ്രബോധനത്തെപ്പറ്റി ആശ്ചര്യപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ്. ശരിയോ തെറ്റോ? സമയം പൂർത്തിയായിരിക്കുന്നു. എല്ലാവരും യെസ് എന്നാണ് പറയുന്നത്. ഇത് തെറ്റൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണ്, ക്വിസ് മാസ്റ്റർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അധികം തെറ്റുണ്ടാവാറില്ല. 4 ടീമുകളും വീണ്ടും കരസ്ഥമാക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം. ഞാൻ എൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. ശരിയോ തെറ്റോ? സമയം പൂർത്തിയായിരിക്കുന്നു. 2 കാർഡുകൾ ഒരുമിച്ച് ഉയർത്തിയത് കൊണ്ട് ടീം കൊഴിഞ്ഞാമ്പാറ ആദ്യം തന്നെ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുന്നു ഈ ചോദ്യത്തിൽ. യെസ് എന്ന് പറയുന്നു, നോ എന്ന് പൊന്നങ്കോട് പറയുന്നു, ഇരുമ്പകച്ചോല യെസ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് പൊന്നങ്കോട് നിങ്ങളിത് തെറ്റാണെന്ന് പറഞ്ഞത്? പിതാവിന്റെ രാജ്യത്തിൽ നിന്നാണ്. ഉത്തരം ശരിയാണ്. ഞാൻ എൻ്റെ രാജ്യത്തിൽ നിന്നല്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ എന്നാണത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടെ തന്നെ അത് കേട്ടു. ഈ ചോദ്യത്തിന് ടീം പൊന്നങ്കോട് മാത്രം 30 പോയിന്റുകൾ കരസ്ഥമാക്കുന്നു. അഭിനന്ദനങ്ങൾ. യേശു നിർദ്ദേശിച്ചതുപോലെ 12 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. ശരിയോ തെറ്റോ? സമയം
തെറ്റ് എന്ന് 3 ടീമുകൾ, ശരിയെന്ന് 1 ടീം. എന്താണ് തെറ്റാണ് എന്ന് പറയാൻ കാരണം പൊന്നങ്കോട്? 11 ശിഷ്യന്മാരേ ഉള്ളൂ. അതാണ് കാരണം. ഈശോയുടെ കുരിശുമരണത്തെ തുടർന്ന് അവിടെ 12 ശിഷ്യന്മാരില്ല. ആരാണ് ഇല്ലാത്തത്? യുദാസാണ് ഇല്ലാത്തത്. യുദാസ് ഇല്ല. ബാക്കി മുഴുവൻ ആളുകളും, അതായത് 11 അപ്പസ്തോലന്മാരും ആ കൂട്ടത്തിലുണ്ട്. 11 അപ്പസ്തോലന്മാരാണ് ഗലീലിയിലെ മലയിലേക്ക് പോയി ഈശോയെ കണ്ട് ആരാധിച്ചത്. ടീം കൊഴിഞ്ഞാമ്പാറ, ടീം ഇരുമ്പകച്ചോല, ടീം പൊന്നങ്കോട് 30 പോയിന്റുകൾ വീതം കരസ്ഥമാക്കുന്നു. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുൻപേ ഗലീലിലേക്ക് പോകുന്നുവെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ശരിയോ തെറ്റോ? വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുൻപേ ഗലീലിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. യെസ് എന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ക്വിസ് മാസ്റ്റർക്കും വേറൊരു അഭിപ്രായമില്ല. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 4 ടീമുകളും 30 പോയിന്റ് കരസ്ഥമാക്കുന്നു. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നതുവരെ ഇനി ഈ പാനപാത്രത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. ശരിയോ തെറ്റോ? സമയം പൂർത്തിയായിരിക്കുന്നു. തെറ്റ് എന്നാണ് 4 ടീമുകളും പറയുന്നത്. എന്താണ് ജെല്ലിപ്പാറ ഇതിനകത്ത് തെറ്റ്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. ഇനി പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയില്ല എന്നല്ല, നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത്. 4 ടീമുകളും വീണ്ടും കരസ്ഥമാക്കുന്നു 30 പോയിന്റുകൾ വീതം. അഭിനന്ദനങ്ങൾ. ഇത് ഒരു ഗ്രാൻഡ് ഫിനാലെ അർഹിക്കുന്നതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരത്തിൻ്റെ ഒരു സമൃദ്ധിയാണ് കഴിഞ്ഞ റൗണ്ട് മുഴുവനും ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്താണ് സ്കോർ ബോർഡ് എന്നറിയാൻ. നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോകാം. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 210 പോയിന്റുകൾ. ടീം ഇരുമ്പകച്ചോല നേടിയിരിക്കുന്നു 210 പോയിന്റുകൾ. ടീം പൊന്നങ്കോട് നേടിയിരിക്കുന്നു 240 പോയിന്റുകൾ. ടീം ജെല്ലിപ്പാറ നേടിയിരിക്കുന്നു 180 പോയിന്റുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ബസർ ചെയ്താണ് ഉത്തരം പറയാനുള്ള അവകാശം. ഓക്കെ, ടീം ഇരുമ്പകച്ചോല ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ബസർ ചെയ്യുകയാണോ? ഗോൾഡൻ ലാഡറിന് വേണ്ടിയുള്ള ബസറായിരുന്നു അത്. ധൈര്യപ്പെട്ട് ചെയ്ത കാര്യമാണോ അത്? കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ബോധപൂർവം ചെയ്തതാണോ? 50 പോയിന്റ് താഴോട്ട് പോകാനുള്ള സാധ്യത നിലനിൽക്കുമല്ലേ? നോക്കാച്ച ഉണ്ട്. എങ്കിൽ വരൂ. ഗോൾഡൻ ലാഡറിന്റെ ചോദ്യമാണ്. ഈ ഗോണിയുടെ പ്രത്യേകത താഴേക്കും ഇറങ്ങാം, മുകളിലേക്ക് കയറുകയും ചെയ്യാം. ചോദ്യം ഇതാണ്. ദൈവജനത്തിന്റെ ഭാഗധേയം എന്താണ്? ദൈവജനത്തിന്റെ ഭാഗധേയം എന്താണ്? സെക്കൻഡ്. 5 3 2 സമയം കടന്നുപോയിരിക്കുകയാണ്. എന്താണ് ദൈവജനത്തിന്റെ ഭാഗധേയം? ആർക്ക് പറയാം? 3 ടീമുകളും പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവജനത്തിന് വരാനിരിക്കുന്നത് എന്താണ് എന്നാണല്ലോ ഭാഗധേയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. എന്താണത്? ദൈവരാജ്യമാണ് നമ്മെ കാത്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ടീം ഇരുമ്പകച്ചോല ഈ ഗോൾഡൻ ലാഡർ ഉപയോഗിച്ച് 50 പടികൾ താഴേക്കിറങ്ങുകയാണ്. വിഷമമുണ്ടോ? 50 പോയിന്റ് പോയിട്ട് വിഷമമുണ്ടോന്നൊക്കെ ഈ ഗ്രാൻഡ് ഫിനാലയിൽ വെച്ച് ചോദിച്ചാൽ എന്ത് മറുപടി പറയാനാണല്ലേ? താഴേക്കിറങ്ങുകയും മുകളിലേക്ക് കയറുകയും ചെയ്യുക എന്നുള്ളത് മത്സരത്തിൻ്റെ സ്വഭാവമാണ്. പ്രത്യാശയോടെ വീണ്ടും മത്സരിക്കുക. നിങ്ങളെ കാത്ത് വിജയം ഇരിക്കുന്നുണ്ടാവാം. നാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ബസർ റൗണ്ടിൻ്റെ ചോദ്യം ഇതാണ്. വിശുദ്ധ പൗലോസ് കൊളോസോസുകാരോട് പറയുകയാണ്,
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി പറയുന്നത് 2 കാരണങ്ങളാലാണ്. ഒന്ന്, പൊന്നങ്കോട് നിങ്ങൾ ബസർ ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധിക്കണം, ഉത്തരം മാത്രമേ നിങ്ങളുടെ വാക്കുകളിൽ ഉണ്ടാകാവൂ. കൂടുതൽ ഉണ്ടാകാൻ പാടില്ല, കുറവുണ്ടാകാൻ പാടില്ല. പറഞ്ഞു. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും വിശുദ്ധരോടുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്നതിന്. ഞാൻ കേട്ടില്ല. അതാണ് നിങ്ങളുടെ ഉത്തരം. ഞാൻ ചോദ്യം പൂർത്തീകരിക്കാം. വിശുദ്ധ പൗലോസ് കൊളോസസുകാരോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി പറയുന്നത് 2 കാരണങ്ങളാലാണ്. ഒന്ന്, യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെ പ്രതി നന്ദി പറയുന്നു. രണ്ടാമത്തേത് എന്താണ് എന്നത് മാത്രമായിരുന്നു എൻ്റെ ചോദ്യം. നിർഭാഗ്യവശാൽ നിങ്ങൾ എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഉത്തരം ഇതായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ട് തുടർന്നുള്ള ഭാഗം മുഴുവനും പറയാനിട വന്നു. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം ജെല്ലിപ്പാറ, ഉത്തരം പറയൂ. സ്വർഗത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും സകല വിശുദ്ധരോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും കേട്ടതാണ്. നിങ്ങൾ അല്പം കൂടെ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിരുന്നു. ഉത്തരം തെറ്റാണ്. ടീം കൊഴിഞ്ഞാമ്പാറ. എല്ലാ വിശുദ്ധരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ചും. എല്ലാ വിശുദ്ധരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ഉത്തരം പൂർണ്ണമല്ല. ടീം ഇരുമ്പോച്ചോല. എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ച്. തീർന്നു. പാസ് ചെയ്ത ഒരു ടീമും ആ ഉത്തരം പൂർണ്ണമായി പറഞ്ഞു. ചോദ്യം ഇങ്ങനെയാണ്. പൗലോസ് കൊളോസസുകാരോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി പറയുന്നത് 2 കാരണത്താലാണ്. ഒന്ന്, യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെ പ്രതി നന്ദി പറയുന്നു. രണ്ടാമത്തേത്, എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് നന്ദി പറയുന്നു എന്നാണ്. ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ്, പക്ഷേ ഇതൊരു ഗ്രാൻഡ് ഫിനാലെ ആയതുകൊണ്ട് നമുക്ക് വിട്ടുവീഴ്ചകൾക്ക് സാധ്യതയില്ല. ടീം പൊന്നങ്കോട് 10 പോയിന്റ് എനിക്ക് തിരിച്ചു തരാം. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടോ? ഇല്ലേ? ഒരാളില്ലെന്ന് പറയുന്നു, ഒരാളുണ്ട് എന്നും പറയുന്നു. ഒരു ടീമിൽ നിന്ന് 2 തരം ഉത്തരം. അതിൽ ഉത്തരം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഉത്തരവുണ്ടായിരുന്നു, അല്പം കൂടെ കാത്തിരിക്കണമായിരുന്നു. ഗ്രാൻഡ് ഫിനാലെ ആയതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉത്തരമേ ഉണ്ടാകാവൂ, ഉത്തരത്തിൽ കൂടുതലും കുറവും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത്. എനിക്കറിയാം നിങ്ങളൊക്കെ ഈ വചനഭാഗം മുഴുവനും കാണാതെ പഠിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. സ്വാഭാവികമായും ഞാനൊരു ഭാഗം പറഞ്ഞു തുടങ്ങിയാൽ തുടർന്നുള്ളതെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റും, അതിനകത്ത് ഉത്തരവും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്രമീകരണം നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക്. ടീം കൊഴിഞ്ഞാമ്പാറയാണ് റിസർച്ച് ചെയ്തത്. കൊഴിഞ്ഞാമ്പാറ, ഉത്തരം അറിയാമെങ്കിൽ ഉത്തരം മാത്രം പറയാം. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെയാണ് ചോദ്യം. ഞാൻ പൂർത്തീകരിക്കാം. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. എന്താണ് ഈ രഹസ്യം എന്നതായിരുന്നു എൻ്റെ ചോദ്യം. നിങ്ങളുടെ ഉത്തരം പരിപൂർണമായും ശരിയാണ്. ടീം കൊഴിഞ്ഞാമ്പാറ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നതാണ് ആ രഹസ്യം. അഭിനന്ദനങ്ങൾ കൊഴിഞ്ഞാമ്പാറയ്ക്ക്. 30 പോയിന്റുകൾ. ചോദ്യം, എക്സ്ട്രാ എക്ലേസ്യ നുള്ള സാലസ് അഥവാ സഭയ്ക്ക് പുറമെ രക്ഷയില്ല, ഈ പ്രസ്താവനയുടെ ഭാവാത്മകമായ അർത്ഥം എന്താണ്? എക്സ്ട്രാ എക്ലേസ്യ നുള്ള സാലസ്, ഇതിൻ്റെ ഭാവാത്മകമായ പോസിറ്റീവായ അർത്ഥം. ടീം ജെല്ലിപ്പാറയാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം അറിയാമോ? കത്തോലിക്ക സഭ രക്ഷയ്ക്കുള്ള മാർഗമാണെന്ന് അറിഞ്ഞിട്ടും അതിൽ വിശ്വസിക്കാനോ നിലനിൽക്കാനോ വിസമ്മതിക്കുന്നവർ രക്ഷപ്പെടുകയില്ല. അത് ശരി തന്നെയാണ്, പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമല്ല. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം കൊഴിഞ്ഞാമ്പാറ. വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം. ഉത്തരം തെറ്റാണല്ലോ കൊഴിഞ്ഞാമ്പാറ. വീണ്ടും പാസ് ചെയ്യുന്നു. ഇരുമ്പകച്ചോല. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ് കത്തോലിക്ക സഭ കൊടുത്തത്, അതുകൊണ്ട് സഭയെ രക്ഷപ്പെടുകയില്ല. ഉത്തരം ശരിയല്ല. ടീം പൊന്നക്കോട്.
കർത്താവിനുള്ളത്. കർത്താവിനുള്ളവർ, അതാണ് നിങ്ങളുടെ ഉത്തരം. ഉള്ളത്. ഉള്ളത്. അതങ്ങനെ ഒരു ഉത്തരമാകും? തെറ്റാണ്. നിങ്ങൾ ആർക്കെങ്കിലും അതിൻ്റെ ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ പറഞ്ഞു നോക്കാം. ആർക്കും പറയാൻ കഴിയുന്നില്ല. ചോദ്യം ഇതായിരുന്നു: എക്സ്ട്രാ എക്ലേസിയ നുള്ള സാലസ് എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്നുള്ളത് തിരുസഭയുടെ അതിപുരാതനമായ ഒരു പ്രബോധനമാണ്. അതിനെ എങ്ങനെയാണ് ഭാവാത്മകമായി കാണേണ്ടത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് അതിനെ ഭാവാത്മകമായി കാണേണ്ടത്? അതിങ്ങനെയാണ്: എല്ലാ രക്ഷയും ക്രിസ്തുവിൽ നിന്ന് അവിടുത്തെ ശരീരമായ സഭയിലൂടെയാണ് വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ ഭാവാത്മക അർത്ഥം എന്താണ് എന്നാണ് ഇന്ന് ചോദ്യം. എന്താണ് അതിൻ്റെ ഭാവാത്മകമായ അർത്ഥം? എല്ലാ രക്ഷയും ഒരു രക്ഷകനേ ഉള്ളൂ, അല്ലേ? ഈശോ മാത്രമാണ്, മിശിഹ മാത്രമാണ് ഏകരക്ഷകൻ. അതുകൊണ്ട് അവിടുന്നിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഇനി അതെവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? തിരുസഭയിലൂടെയാണ്. മിശിഹായിൽ നിന്ന് തിരുസഭയിലൂടെ അല്ലാതെ രക്ഷയില്ല, അഥവാ അതിലാണ് രക്ഷ എന്നതാണ് അതിൻ്റെ ഭാവാത്മകമായ അർത്ഥം. ആരും ഉത്തരം പറയാത്തത് കൊണ്ട് ക്വിസ് മാസ്റ്റർ തന്നെ ആ ചോദ്യത്തിൻ്റെ ഉത്തരവും പോയിന്റും സ്വന്തമാക്കുകയാണ്. അതിനു മുൻപ് ടീം ജെല്ലിപ്പാറ എനിക്കൊരു 10 പോയിന്റ് തരാം. ഗ്രാൻഡ് ഫിനാലയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മാത്രമല്ല, ക്വിസ് മാസ്റ്റർക്കും ധാരാളം പോയിന്റുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ്: തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. എങ്ങനെയുള്ള തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്? ടീം പൊന്നങ്കോടാണ് അവസാനം ആരും സഹായിക്കാനില്ലാത്ത ഒരു സമയത്ത് ബസർ ചെയ്ത് ക്വിസ് മാസ്റ്റർ സഹായിക്കുന്നത്. ഉത്തരം അറിയാവോ? അതോ ഒന്ന് ക്വിസ് മാസ്റ്റർ സഹായിച്ചേക്കാമെന്ന് വിചാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സഭയാകുന്ന ശരീരത്തെ പ്രതിയുള്ള ഉത്തരം ശരിയാണ്. സഭയാകുന്നതിൻ്റെ ശരീരത്തെക്കുറിച്ച്. എങ്ങനെയായിരുന്നു ആ വചനഭാഗം? സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. സത്യത്തിൽ ഈശോ സഹിച്ച പീഡകൾക്ക് കുറവുണ്ടോ എൻ്റെ ശരീരത്തിൽ നികത്താനായിട്ട്? പൗലോസ് പറയാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അതിന് ഈശോ പീഡ സഹിച്ചതിന് വല്ല കുറവുണ്ടോ? അത് അപൂർണമാണോ? നിങ്ങൾക്കത് വായിച്ചപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നില്ലേ? വന്നില്ല? വന്നോ? യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? മിശിഹായുടെ സഹനങ്ങൾ അത് പൂർണ്ണമാണ്, പരിപൂർണമാണ്. അതിലൂടെ നമുക്ക് തരുന്ന രക്ഷയും പൂർണ്ണമാണ്. പിന്നെ എന്താണ് അതിൻ്റെ അപൂർണമായിട്ടുള്ളത്? അപൂർണമായുള്ളത് അതിൻ്റെ സ്വീകരിക്കുന്ന വശമാണ്. എന്താണ് അപൂർണമായിട്ടുള്ളത്? അപൂർണമായിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം ആ രക്ഷ നമുക്ക് തരുന്നു, നമ്മളത് സ്വീകരിക്കുകയും വേണം. തരുന്ന ഭാഗത്ത് നിന്ന് അത് പൂർണ്ണമാണ്. അതിൻ്റെ റിസീവിങ്, അതിൻ്റെ സ്വീകരിക്കൽ കൂടി ഉണ്ടാകുമ്പോഴാണ് ആ രക്ഷാകര പ്രവൃത്തി പൂർത്തിയാകുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് ആ രക്ഷ തരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം രക്ഷാകര കർമ്മം, രക്ഷാകര പ്രവൃത്തി പൂർണ്ണമാകുന്നില്ല. അത് പൂർത്തിയാകണമെങ്കിൽ എൻ്റെ പങ്കാളിത്തം കൂടി വേണം. ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ ആ രക്ഷയോട് കൊടുക്കേണ്ട പ്രത്യുത്തരമുണ്ട്. അതെൻ്റെ ജീവിതം കൊണ്ട് കൊടുക്കേണ്ട പ്രത്യുത്തരമാണ്. ആ കുറവാണ് ഞാൻ എന്നിൽ നികത്തുന്നു എന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നത്. ഈ ചോദ്യത്തോടു കൂടി റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് സ്കോർ ബോർഡ്. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 240 പോയിന്റുകൾ. ടീം ഇരുമ്പകച്ചോല നേടിയിരിക്കുന്നു 160 പോയിന്റുകൾ. ടീം പൊന്നങ്കോട് നേടിയിരിക്കുന്നു 260 പോയിന്റുകൾ. ടീം ജെല്ലിപ്പാറ നേടിയിരിക്കുന്നു 170 പോയിന്റുകൾ. നിങ്ങൾക്ക് തരാനിരിക്കുന്ന ചിത്രം പതിവ് പോലെ മാസ്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ മാസ്ക് ചെയ്തിരിക്കുന്നത് 2 കോളങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ കാണുന്ന ചിത്രത്തെ 2 കോളങ്ങൾ കൊണ്ട് മാസ്ക് ചെയ്തിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന നമ്പറിലുള്ള മാസ്ക് നീക്കി നിങ്ങളെ കാണിക്കും. അവിടെ നിങ്ങൾക്ക് ഒരാളെ കാണാൻ കഴിയും, ഒരു ചിത്രത്തിലെ ഒരാളെ കാണാൻ കഴിയും. മാസ്ക് ചെയ്തിരിക്കുന്ന മറുവശത്ത് ആരാണുള്ളത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാണാതെ പറയണം. ചിത്രത്തിൻ്റെ പകുതി കണ്ടുകൊണ്ട് ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ആ വ്യക്തി ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നാണ് എന്നോട് പറയേണ്ടത്.
ഇത് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 40 പോയിൻ്റാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് കരുതുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നിങ്ങളത് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 20 പോയിൻ്റ് ആയിരിക്കും. പകുതി പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും. വ്യക്തമാണ്? എങ്കിൽ നമുക്ക് ആരംഭിക്കാം. കുഞ്ഞാൻ പറ. ഇതൊരു നല്ല പരിപാടിയല്ലേ? 2 പേരുള്ള ചിത്രങ്ങളാണ്. നിങ്ങൾ അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ ശാലോം പത്രം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരാളെ കാണാൻ കഴിയും. അത് ആരെയാണ് കാണേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഒരു നമ്പർ തുറക്കാൻ ആവശ്യപ്പെടാം എന്ന് മാത്രം. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം. ഇതിൽ 2 കോളങ്ങളിൽ 1, 2 ഇതിലേതാണ് നിങ്ങൾക്ക് ഞാൻ അൺമാസ്ക് ചെയ്തു തന്നാൽ നിങ്ങൾക്ക് മറ്റേയാളെ കണ്ടുപിടിക്കാൻ കഴിയും? 1 അൺമാസ്ക് ചെയ്യണം. 1. ചിത്രത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഈ നിൽക്കുന്ന വ്യക്തിയോടൊത്ത് നിൽക്കുന്നത് ആരാണ് എന്നാണ് പറയാം. എങ്കിൽ പറഞ്ഞു നോക്കൂ. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ വൈദികന്റെ അടുത്ത് നിൽക്കുന്നത്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ വൈദികന്റെ അടുത്ത് നിൽക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഏതാണ് ഈ വൈദികൻ? ഫാദർ ജോർജസ് ലെമൈറ്റ്. മറുവശത്ത് നിൽക്കുന്ന ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്ലീസ് ഓപ്പൺ നമ്പർ 2. നിങ്ങളുടെ ഉത്തരം ശരിയാണത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അഭിനന്ദനങ്ങൾ ടീം കൊഴിഞ്ഞാമ്പാറ. കൊഴിഞ്ഞാമ്പാറ കരസ്ഥമാക്കുന്നു 40 പോയിന്റുകൾ. ടീം ഇരുമ്പകച്ചോല, ഏത് കോളമാണ് ഞാൻ നിങ്ങൾക്കായി തുറന്നു തരേണ്ടത്? 1 തുറന്നു തരേണ്ടത്. പ്ലീസ് ഓപ്പൺ നമ്പർ 1. ചരിത്രത്തിൽ ആരെയാണ് കാണുന്നതെന്ന് ആദ്യം ഒന്ന് പറയാമോ? എലിസബത്ത് രാജ്ഞിയാണ് കാണുന്നത്. ആരാണ് മറഞ്ഞിരിക്കുന്ന ഭാഗത്തുള്ളത് എന്ന് പ്രവചിക്കാം? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്. എലിസബത്ത് രാജ്ഞിയുടെ അടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം അല്ലേ? പ്ലീസ് ഓപ്പൺ നമ്പർ 2. ഉത്തരം ശരിയാണത്. ഫ്രാൻസിസ് പാപ്പയാണ്. ടീം ഇരുമ്പകച്ചോല 40 പോയിന്റുകൾക്ക് അർഹമാകുന്നു. നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം. ടീം പൊന്നങ്കോട്, നിങ്ങൾക്കായി ഞാൻ ഏത് കോളമാണ് അൺമാസ്ക് ചെയ്തു തരാം? നമ്പർ 1 എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നമ്പർ 1 ആരാണ് 2ാമത്തെ പകുതിയിലുള്ളത് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. എമിലിൻ ജോസ് ഒരാളെയല്ലേ പറയുള്ളൂ എന്നാണ് നിങ്ങളുടെ ഉത്തരം. ആളാണ് ഇനി മറിഞ്ഞിരിക്കുന്ന സ്ഥലത്തുള്ളത് എന്നാണ് നിങ്ങൾ കരുതുന്നത്, അല്ലേ? ശരിയല്ലേ? നമുക്ക് നോക്കാം. പ്ലീസ് ഓപ്പൺ നമ്പർ 2. ആദ്യം നിങ്ങൾ കണ്ടത് ആരെയായിരുന്നു? കമല ഹാരിസിനെ ആയിരുന്നു. കമല ഹാരിസിന്റെ അടുത്ത് നിൽക്കുന്ന ആരാണ്? എമിലിൻ. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം പൊന്നങ്കോട് കരസ്ഥമാക്കുന്നു 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം ജെല്ലിപ്പാറ, 3 ടീമുകളും കൃത്യമായി ഉത്തരം പറയുകയും 40 പോയിന്റ് കരസ്ഥമാക്കുകയും ചെയ്തു. അത് നിങ്ങൾ ഇച്ചിരി സംഘർഷത്തിലാക്കിയോ? അങ്ങനെയൊന്നുമില്ല. ഇതിനേക്കാൾ നല്ല ചോദ്യം വന്നാലും ഞങ്ങൾ ഉത്തരം പറയും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കായി ഞാൻ ഏത് കോളമാണ് ഓപ്പൺ ചെയ്യേണ്ടത്? 2. നമ്പർ 2 പ്ലീസ് ഓപ്പൺ. ഇയാളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ആരാണത്? ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇനി മറുവശത്തിരിക്കുന്നത് ആരാണ് എന്ന് പ്രവചിക്കുക. സോവിയറ്റ് യൂണിയന്റെ ലാസ്റ്റ് പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവ്. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്ന മിഖായിൽ ഗോർബച്ചേവ് ആണ് എന്നാണ് നിങ്ങളുടെ ഉത്തരം. ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ അടുത്ത് മിഖായിൽ ഗോർബച്ചേവ് നിൽക്കാൻ ഇടയുണ്ടോ? ഉണ്ട് എന്നാണ് നിങ്ങൾ കരുതുന്നത്. നമുക്ക് തുറന്നു നോക്കാം. പ്ലീസ് ഓപ്പൺ നമ്പർ 1. ശരിയാണത്. മിഖായിൽ ഗോർബച്ചേവിനെയാണ് നിങ്ങൾ കാണുന്നത്. ടീം ജെല്ലിപ്പാറ കരസ്ഥമാക്കുന്നു 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 4 ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ സ്കോർ ബോർഡ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ആ സ്കോർ ബോർഡ് ഞങ്ങൾക്കായി ഒന്ന് തുറന്നു തരൂ. ടീം പൊന്നങ്കോട് 300 പോയിന്റുകളുമായി ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 280 പോയിന്റുകൾ. ടീം ഇരുമ്പകച്ചോല നേടിയിരിക്കുന്നു 200 പോയിന്റുകൾ. ടീം ജെല്ലിപ്പാറ നേടിയിരിക്കുന്നു 210 പോയിന്റുകൾ.
നിധി കണ്ടെത്തലാണ്, തേടിക്കണ്ടെത്തലാണ് ഈ റൗണ്ടിൻ്റെ മത്സര വിഷയം. നിധി നമുക്കറിയാവുന്നതുപോലെ തിരുവചനം തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ പറയുന്ന വചനഭാഗം അതെവിടെയാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നിങ്ങൾക്കുള്ള സമയം ആരംഭിക്കുന്നത് ഞാൻ ചോദ്യം പറഞ്ഞ് തുടങ്ങുമ്പോൾ മുതലാണ്. ആ സമയം മുതൽ നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ വചനം ഗ്രന്ഥത്തിൽ എവിടെയാണ് എന്ന് കണ്ടെത്തി അതിൽ വിരൽ തൊട്ടതിന് ശേഷം തൊട്ട് മുകളിലുള്ള വചനഭാഗം മുതൽ നിങ്ങൾക്ക് വായിക്കാം. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. എന്നാൽ 20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുകയാണെന്ന് കരുതുക, 10 പോയിന്റ് ക്വിസ് മാസ്റ്റർ നിങ്ങൾക്ക് സമ്മാനമായി തരികയും ചെയ്യും. നമുക്ക് ആരംഭിക്കാം. ടീം ഇരുമ്പകച്ചോല, നിങ്ങൾ റെഡിയാണല്ലേ? ചോദിക്കട്ടെ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. സ്നേഹത്താൽ പരസ്പരബന്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണ്ണമായ അറിവും ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഒരാശ്വാസമൊക്കെ ആയല്ലേ? പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞു. അത്ര സുപരിചിതമാണ് വചനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവനത് പ്രിന്റ് ചെയ്തിരിക്കുന്ന വിധത്തിൽ പോലും എന്നാണത് സൂചിപ്പിക്കുന്നത്. 10 പോയിന്റ് സമ്മാനവും ചേർത്ത് ഇരുമ്പകച്ചോല കരസ്ഥമാക്കുന്നു. 40 പോയിന്റുകൾ. അടുത്ത ചോദ്യം ടീം പൊന്നങ്കോടിനുള്ളതാണ്. ടീം പൊന്നങ്കോട്, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. നിങ്ങൾക്കും വലിയൊരു ആശ്വാസവും സന്തോഷമൊക്കെ ആയി അല്ലേ? നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം പൊന്നങ്കോട്. നിങ്ങളും സമയത്തിന് മുൻപേ അത് പൂർത്തീകരിച്ചിരിക്കുന്നതിനാൽ 10 പോയിന്റ് സമ്മാനവും ചേർത്ത് പൊന്നങ്കോട് കരസ്ഥമാക്കുന്നു. വീണ്ടും ഒരു 40 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. ടീം ജെല്ലിപ്പാറയ്ക്കുള്ളതാണ് ഈ ചോദ്യം. ജെല്ലിപ്പാറ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചാണോ നിൽക്കുന്നത്? കുറച്ച് ചെറുതായിട്ടുണ്ട്. അതെനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ അങ്ങനെ തോന്നി. വളരെ ശാന്തമായി വചനത്തെ സമീപിക്കുക. വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. ശാരീരികമായി ഇനിയും ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കും. അതൊരു വശത്ത്. രണ്ടാമത്, എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിക്കുന്നതാണോ മരിക്കുന്നതാണോ എനിക്ക് നല്ലതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. ടീം ജെല്ലിപ്പാറ, നിങ്ങളും വചനം കണ്ടെത്തിയെന്ന് മാത്രമല്ല, അത് സമയത്തിന് മുന്നേ കണ്ടെത്തി. നിങ്ങൾക്കും 10 പോയിന്റ് സമ്മാനവും ചേർത്ത് 40 പോയിന്റുകൾ. ടീം ജെല്ലിപ്പാറ, ആ ടെൻഷൻ കുറച്ച് കുറഞ്ഞില്ലേ? ഇനി കുറച്ച് സമാധാനത്തിലൊക്കെ നിന്നുകൂടെ? അടുത്ത ടീമിലേക്ക് പോകാം. ടീം കൊഴിഞ്ഞാമ്പാറ, ചോദ്യം ഇതാ. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. സമയം കടന്നു പോയി. എവിടെയാണത്? ടീം കൊഴിഞ്ഞാമ്പാറ, കൊളോസസിലാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലാണ്. 3-ാമത്തെ അധ്യായത്തിലാണ്. 19-ാം തിരുവചനത്തിലാണ്. ശരിയല്ലേ? നോക്കൂ, കിട്ടിയോ? വായിക്കാമോ? എന്നാൽ നാശമാണ് അവരുടെ അവസാനം,
ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. അങ്ങനെയായിരുന്നു. ടീം കൊഴിഞ്ഞാൻ പറ. സാരമല്ല, ചെറിയൊരു മിസ്സിംഗ് ആയിരുന്നു അത്. വിഷമിക്കേണ്ടതില്ല. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ടിൻ്റെ ആദ്യ ഘട്ടം ഇവിടെ പൂർത്തിയാവുകയാണ്. രണ്ടാം ഘട്ടം പതിവ് പോലെ അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. ക്വിസ് മാസ്റ്റർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഹെൽപ്പ് ഡെസ്ക്, നിങ്ങൾക്ക് സുപരിചിതമാണ് ഈ റൗണ്ട്. വചനമാകുന്ന നിധി ഭാഗങ്ങളായി ഒളിച്ചു വച്ചിരിക്കുകയാണ്. ആ നിധി തുറന്നു നോക്കി കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ മുൻപിൽ നൽകപ്പെട്ടിരിക്കുന്ന കാർഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇവിടെ പ്രദർശിപ്പിക്കാം. 1.5 മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് നൽകപ്പെടുക. 1.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിന് നിങ്ങൾ 30 പോയിന്റുകൾ സമ്മാനിക്കും. ഇനി അത് 1 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുകയാണെങ്കിൽ 10 പോയിന്റ് സമ്മാനം കൂടി നിങ്ങളുടെ ടീമിന് കൊടുക്കാൻ നിങ്ങൾക്ക് അവസരമൊരുങ്ങും. ആരംഭിക്കാം. ടീം ജെല്ലിപ്പാറ, നിങ്ങൾ ഈ ഗ്രാൻഡ് ഫിനാലെയുടെ ഭാഗമാകുമെന്ന് മത്സരം ആരംഭിച്ചിരുന്നപ്പോൾ ചെറുതായിട്ടെങ്കിലും ചിന്തിച്ചിരുന്നോ? ചിന്തിച്ചിരുന്നേ ഇല്ല. നിങ്ങൾക്ക് ഈ ഗ്രാൻഡ് ഫിനാലിൽ വന്ന് നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ ഒരു ദീർഘമായ കാലഘട്ടം നിങ്ങൾ ശരിക്കും തിരുവചനത്തിലും തിരുസഭയുടെ പ്രബോധനങ്ങളിലും ആഴ്ന്നിരിക്കുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത് ഈ മത്സരം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അത്രമാത്രം ഡീപ്പായിട്ട് ആഴത്തിൽ വചനത്തെ പഠിക്കാനുള്ളൊരവസരം സത്യത്തിൽ നമുക്കിങ്ങനെ ഒരു പെനുവേലിൻ്റെ വേദി ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല. സാധാരണ നിങ്ങൾ വായിച്ചിട്ടുള്ളതിൽ നിന്ന് ബൈബിൾ വായിക്കാറുണ്ട്. സ്വാഭാവികമായും എവിടെന്നെങ്കിലുമൊക്കെ തിരുസഭയുടെ പ്രബോധന ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവാൻ ഇടയുണ്ട്. എന്താണ് ഈ മത്സരത്തിന് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റം? നമ്മൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ അങ്ങോട്ട് ശ്രദ്ധ പോകാറും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വചനത്തിൽ കൂടെ കടന്നു പോയപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. മെയിനായിട്ട് അതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. വരൂ. നിങ്ങൾ റെഡിയാണ് എന്ന് കരുതുന്നു. 1, 2, 3 സ്റ്റാർട്ട്. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അങ്ങനെയാണോ ടീം ജെല്ലിപ്പാറ? അങ്ങനെയായിരുന്നു അത്? പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ അല്പം ഒരു അശ്രദ്ധയാണോ അവ്യക്തതയാണോ? അത് കുറച്ചൊരു അവ്യക്തതയുണ്ടായിരുന്നു അല്ലേ? വചനഭാഗം എങ്ങനെയാണ്? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവനെന്ന ആഹ്വാനമാണ് അത്. സാരമില്ല, നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ചെയ്തു. നന്നായി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് നന്നായിരിക്കും. നമുക്ക് നമ്മുടെ ഇരിപ്പിടത്തിലേക്ക് പോകാം. പൊന്നങ്കോടുകാരെന്ത് പറയുന്നു? ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഫൈനലിൽ എത്തണമെന്ന്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ എത്തി. ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എത്തിയെന്നോ? ദൈവം സഹായിച്ചു. ഇവിടെ വന്നിരിക്കുന്നത് വലിയ സന്തോഷമാണ്. തീർച്ചയായും അല്ലേ? നിങ്ങളുടെ ബഹുമാനയുടെ വികാരിയച്ഛൻ മാർട്ടിനച്ഛൻ എന്ത് പറഞ്ഞു? ഫൈനലിൽ കയറി എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ? സന്തോഷമാണ്. ഇത് മതി, ഫൈനലിൽ എത്തിയല്ലോ, അത് മതി എന്നാ പറഞ്ഞേക്കണം. ഇനി ഒന്നും വേണ്ടെന്ന് അങ്ങനെയല്ല, ഇനി എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ ധൈര്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വചനഭാഗവും പ്രത്യേകിച്ച് തിരുസഭയുടെ പ്രബോധനങ്ങൾ പഠിക്കാനൊരു അവസരം കിട്ടിയത് ഒത്തിരി നന്നായി തോന്നുന്നുണ്ടോ? നന്നായി, തീർച്ചയായും. ഞങ്ങൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നവരാണ്.
പക്ഷേ വചനം വായിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം. അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് വന്നില്ല നമുക്ക്. ഓരോ റൗണ്ടുകളും കഴിഞ്ഞ് കഴിയുമ്പം എന്താ പറയുക, ഷെഡ്യൂൾ കിട്ടാതെ വരുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുകയായിരുന്നു കുറേ സമയം. അപ്പം ഞങ്ങൾക്ക് എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. കിട്ടിയിരുന്നെങ്കിൽ വായിക്കാമായിരുന്നു എന്ന് തോന്നി. ഇനിയും മത്സരം തീരുമ്പോൾ വലിയൊരു ശൂന്യത അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. ശൂന്യതയൊന്നും അനുഭവപ്പെടേണ്ടതില്ല. തുടർന്ന് വചനം പഠിച്ചുകൊണ്ടേയിരിക്കാം. നമ്മളിത് പഠിക്കുന്നത് മത്സരത്തിന് വേണ്ടിയല്ല, പക്ഷേ മത്സരം നമുക്കൊരു പ്രചോദനമാണ്, അല്ലേ? തീർച്ചയായും. ആ പ്രചോദനം നിങ്ങൾ നന്നായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് പോകാം. വരൂ. റെഡിയാണല്ലേ? 1 2 3 സ്റ്റാർട്ട്. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ശരിയാണ്, ശരിക്കും ശരിയാണത്. ടീം പൊന്നങ്കോട്, നിങ്ങൾ കരസ്ഥമാക്കുന്നത് 30 പോയിന്റ് മാത്രമല്ല, നേരത്തെ ചെയ്തുകൊണ്ട് 10 പോയിന്റ് കൂടി കൂട്ടിച്ചേർത്ത് 40 പോയിന്റുകൾക്ക് അർഹമാവുകയാണ് ടീം പൊന്നങ്കോട്. ടീം ഇരുമ്പകച്ചോല, നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പഠനമൊക്കെ? ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നാണ് പഠിച്ചത്. വീട്ടിലിങ്ങനെ സമയം കിട്ടുമായിരുന്നോ? സമയം കുറച്ചേ കിട്ടിയുള്ളൂ. ഞങ്ങൾക്ക് വീടുകളിൽ പണി ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് സമയം കുറച്ചേ കിട്ടിയുള്ളൂ. പിന്നെ എല്ലാവർക്കും അസുഖങ്ങളും ആശുപത്രി കേസ് കിട്ടും, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് പഠിച്ചൊരുങ്ങിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെട്ട് കാണും അല്ലേ? കൂടുതലായിട്ട് ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടത് ഇതുകൊണ്ട് ഞങ്ങളുടെ ഒരു 7 പേരുടെ ഒരു കൂട്ടായ്മ ഭയങ്കര ഒരു, ഇപ്പം ഞങ്ങൾക്ക് നാളെ മുതൽ എന്ത് ചെയ്യുന്ന ഒരു ഭയങ്കര സങ്കടത്തിലാണ്. നാളെ മുതൽ ഇനി എന്ത് ചെയ്യുന്ന ഓർത്തുള്ള സങ്കടമാണ്. നിങ്ങൾ ആ കൂട്ടായ്മ ഒത്തിരി ആസ്വദിച്ചു അല്ലേ? ആസ്വദിച്ചു, ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. പാലക്കാട് രൂപതയുടെ മാതൃവേദി ഇങ്ങനെയൊരു കാര്യം നിങ്ങൾക്ക് ഒരുക്കി തന്നത് അത് തീർത്തും എന്താ പറയുക, അനുഗ്രഹദായകമായിരുന്നു അല്ലേ? എന്തുമാത്രം അമ്മമാരാണ്. 60 ടീമുകൾ എന്ന് പറയുമ്പോൾ 7 പേര് വെച്ച് 60 ടീമുകൾ, അതിനോട് സഹകരിച്ച മറ്റാളുകൾ, ഇത്രയും പേര്, ഒരു സുദീർഘമായ വചനോപാസന, ശാലോം ടീമിൻ്റെ നേതൃത്വം, അവരുടെ അധ്വാനം വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമാണ്. ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. റെഡിയാണോ? 1 2 3 സ്റ്റാർട്ട്. ജോലി എന്തുതന്നെ ആയിരുന്നാലും ഹൃദയപരമാർത്ഥതയോടെ മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്ന പോലെ ചെയ്യുവിൻ. ടീം ഇരുമ്പകച്ചോല, എന്താണ് തെറ്റിയത്? അതറിയാമായിരുന്നോ? നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. അങ്ങനെയായിരുന്നു അത്. അങ്ങനെയായിരുന്നു. കൊടുത്തു വിട്ടത് ഇവിടെ. അപ്പോൾ ഒന്ന് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ അല്ലേ? സാരമില്ല, സാരമില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട്. ഇനിയും സമയം ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു. സാരമില്ല ടീം ഇരുമ്പകച്ചോല, സാരമില്ല. നിങ്ങൾ നന്നായി അധ്വാനിച്ചിട്ടുണ്ട്. വിഷമിക്കാനുള്ള ഒരു കാര്യവും ഇതിനകത്തില്ല. വരും ടീം കുഞ്ഞാമ്പാറ, ഫൈനലിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? മൊത്തം എല്ലാവർക്കും. നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തിയത്? ഞങ്ങൾ ആദ്യമൊക്കെ തനിച്ച് പഠിച്ചു, പിന്നെ ഗ്രൂപ്പായി പഠിച്ചു. ഗ്രൂപ്പായി പഠിച്ചത് വളരെയധികം പ്രയോജനപ്പെട്ടു ഞങ്ങൾക്ക്. കുഞ്ഞമ്പാറ ഒരു ചെറിയ ഇടവകയാണ്. നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ നിങ്ങളുടെ കൂട്ടായ്മ ഇതുപോലെ ശക്തിപ്പെട്ടോ? ഞങ്ങളുടെ കൂട്ടായ്മ പണ്ടേ ശക്തിപ്പെട്ടതാണ്, കൂടുതൽ ശക്തിപ്പെട്ടു.
കുറച്ചുകൂടെ കൂടുതൽ ശക്തിപ്പെട്ടു. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യമൊക്കെ നിങ്ങളെ നന്നായി സഹായിച്ചോ പഠിക്കാനൊക്കെ? അവരനുവദിക്കുമായിരുന്നു. നിങ്ങളുടെ ജോലി തിരക്കി സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ, അമ്മമാരാണ് വീട്ടിലെ, ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുക അമ്മമാർക്കൊരു പണിയില്ല ചുമ്മാ ഇരിക്കുക എന്നൊക്കെ പറയും അല്ലേ. എന്നാലും അമ്മമാരാണ് രാവിലെ മുതൽ വളരെ നേരത്തെ ഉണർന്ന് രാത്രി താമസിച്ച് ഉറങ്ങുന്നത് വരെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്, കുടുംബത്തെ ഒരർത്ഥത്തിൽ ആത്മീയമായി കൊണ്ടു നടക്കുന്നത്. സ്വാഭാവികമായും അമ്മമാരുടെ സാന്നിധ്യമാണ് വീട്ടിലെ കുരിശുവരയുടെയൊക്കെ പോലും അടിസ്ഥാനം അല്ലേ. നമ്മൾ ഓർത്ത് നോക്കിയ ഒരു ഇടവകയിലെ അമ്മമാരെല്ലാം കൂടെ ഒരു ദിവസം ഒരുമിച്ച് പിക്നിക്കോ എന്ന് വിചാരിച്ചു, മിക്ക കുടുംബത്തിലും കുരിശുവര പോലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമുക്കറിയാം. അത്രയും ജോലി തിരക്കിനൊക്കെ ഇടയ്ക്ക് നിങ്ങൾ പെട്ടെന്ന് പഠിക്കാനൊക്കെ അങ്ങ് മാറുമ്പം ഇല്ല, ഞങ്ങൾ ക്രമീകരിച്ച് അതൊക്കെ ചെയ്തു, വീട്ടുകാർ സഹായിച്ചു. അവർ സഹായിച്ചു. ഇനി ഇതുപോലത്തെ പരിപാടികളൊന്നുമായിട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏതായാലും വീട്ടിലുള്ള മറ്റുള്ളവരും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ പഠിക്കുന്നത് നല്ലതാണ് അല്ലേ. അമ്മമാർക്ക് അവർ നല്ലൊരു അവസരം ഒരുക്കി തന്നു, നിങ്ങൾ നന്നായി വിനിയോഗിച്ചു എന്നാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടത്. നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. വരും. റെഡിയാണോ? 1 2 3 സ്റ്റാർട്ട്. ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയാണോ? അങ്ങനെ തന്നെയാണത്. ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങൾ ചെയ്തിരിക്കുന്നത് കൃത്യമാണ്. ആ വചനഭാഗം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണത് പൂർത്തിയാക്കിയതെന്ന് മാത്രം. എങ്കിലും അല്പം താമസിച്ചാലും കൃത്യമായി ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞു. ടീം കൊഴിഞ്ഞാമ്പാറ കരസ്ഥമാക്കുന്നു 30 പോയിന്റുകൾ. 4ാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ, നിർണായകമായ 5ാമത്തെ റൗണ്ടിൻ്റെ കവാടത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് പോയിന്റ് നില എന്നറിയാൻ നമുക്കൊക്കെ ആകാംക്ഷയുണ്ട്. എനിക്കുമുണ്ട് അക്കാര്യത്തെക്കുറിച്ചൊരു ജിജ്ഞാസ. നമുക്ക് അന്വേഷിക്കാം. എന്താണ് സ്കോർ ബോർഡ്? അവസാനത്തെ റൗണ്ടിന് മുൻപ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നമ്മളോട് നമ്മുടെ ക്വിസ് മാസ്റ്റർ അറിയിച്ചിരുന്നു. സർപ്രൈസിന് മുൻപ് നമുക്ക് സ്കോറുകളിലേക്ക് നോക്കാം. ടീം കൊഴിഞ്ഞാമ്പാറ നേടിയിരിക്കുന്നു 310 പോയിന്റ്സ്. ടീം ഇരുമ്പകച്ചോല നേടിയിരിക്കുന്നു 240 പോയിന്റ്സ്. ടീം പൊന്നങ്കോട് നേടിയിരിക്കുന്നു 380 പോയിന്റ്സ്. ടീം ജെല്ലിപ്പാറ നേടിയിരിക്കുന്നു 250 പോയിന്റ്സ്. നിർണായകമായ 5ാം റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഈ മത്സരത്തിൻ്റെ ആകർഷണമായ ഒരു ഗ്രാൻഡ് ഫിനാലെ സർപ്രൈസ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഒരു സമ്മാനപ്പെട്ടി, ഒരു ഗിഫ്റ്റ് ബോക്സ് വേദിയിൽ ഇരിക്കുന്നുണ്ട്. ആ ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ 2 ചോദ്യങ്ങളുണ്ട്. ഈ 2 ചോദ്യങ്ങൾ കരസ്ഥമാക്കുന്ന ടീം ആ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം പറഞ്ഞാൽ 40 പോയിന്റുകൾക്ക് അർഹരായിത്തീരും. 40 പോയിന്റിന് അർഹരായിത്തീരും. മാത്രവുമല്ല, ഇവിടെ ഇരിക്കുന്ന സ്പിൻ അത് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തരും. നിങ്ങളതിങ്ങനെ കറക്കി വിടുമ്പോൾ ആരോ ഏത് നമ്പറിലേക്കാണോ ചെന്ന് നിൽക്കുന്നത് ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. ഒരു ഗ്രാൻഡ് ഫിനാലെ സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം പോയിന്റ് അതിനകത്തുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊരു സംശയമുണ്ട് എന്നെനിക്കറിയാം. ആ സംശയം ഇതാണ്: എങ്ങനെ ഈ ബോക്സ് കരസ്ഥമാക്കും എന്നുള്ളതാണ്. ഈ ബോക്സ്, അതിലെ ഗിഫ്റ്റ് കരസ്ഥമാക്കാനുള്ള അവസരം ഞാൻ ലേലത്തിന് വയ്ക്കുകയാണ്. നിങ്ങൾക്ക്
ലേലം വിളിച്ച്, അങ്ങനെ കേട്ടിട്ടില്ലേ? ടീം ജെല്ലിപ്പാറ സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ ഒരു ഞായറാഴ്ച ഒരു ലേലം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഏത് ഞായറാഴ്ചയാണ്? മിഷൻ സൺഡേയിലും ഉണ്ട്. മിഷൻ സൺഡേയിലാണ് സാധാരണ നടക്കാറുള്ളത്. അതിൻ്റെ കൂടെ മറ്റു ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാം. ലേലത്തിൻ്റെ രീതി എങ്ങനെയാണ്? കൂടുതൽ ഓഫർ ചെയ്യുന്നവർക്ക് അത് കരസ്ഥമാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പറയാം. ഒരാൾ ക്ലെയിം ചെയ്യുന്ന പോയിന്റുകൾക്ക് മുകളിൽ നിങ്ങൾക്ക് കയറ്റി ആവശ്യപ്പെടാം, കയറ്റി വിളിക്കാം, അത് എടുക്കാം. ബേസിക് പ്രൈസ് 20 പോയിന്റുകളാണ്. ഞാൻ 20-ൽ നിന്ന് ആരംഭിക്കുകയാണ്. അതിൽ കൂട്ടി വിളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വിളിക്കാം. നിങ്ങൾക്കറിയാം, അതിനകത്തുള്ള 2 ചോദ്യങ്ങളിൽ ഒരെണ്ണം ശരിയാക്കിയാൽ നിങ്ങൾക്ക് 40 പോയിന്റ് കിട്ടും. അതിൻ്റെ കൂടെ ഇതിലേതോ ഒരു പോയിന്റ് കൂടി കിട്ടും. അതൊക്കെ കണക്ക് കൂട്ടി നിങ്ങൾക്ക് ലേലം ആരംഭിക്കാം. 30 പോയിന്റ് എന്നാണ് കൊഴിഞ്ഞാമ്പാറ പറയുന്നത്. വലിയ പോയിന്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അല്ലേ? എന്തായാലും സുനിശ്ചിതമായ പോയിന്റാണ്. കാത്തിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിനകത്തുള്ളതും കിട്ടാൻ സാധ്യതയുണ്ട്. 50 പോയിന്റ്. 50 എന്ന് പൊന്നങ്കോട്. 50. ഇതിലെ പോയിന്റും അതിലെ പോയിന്റൂടെ കൂടി ചേരുമ്പോൾ അതൊരു വലിയ ശേഖരമായിരിക്കാൻ സാധ്യതയുണ്ട്. പൊന്നങ്കോട് 50 പോയിന്റ് കൊടുത്ത് ഇത് മേടിക്കാമെന്നാണ് പറഞ്ഞത്. മൈനസ് പോയിന്റ് ഒന്നും ഇല്ലതാനും ഇതിനകത്ത്. 50 പോയിന്റ് എന്നാണ് പൊന്നങ്കോട് പറയുന്നത്. കൂടുതൽ ചോദിക്കാം. 60 പോയിന്റ്. എന്ത് വന്നാലും ശരി, ഞങ്ങൾ പൊന്നങ്കോടിനെ അങ്ങനെ വെറുതെ വിടില്ല. 60 പോയിന്റ് കൊടുക്കാൻ റെഡിയാണ്. പൊന്നങ്കോട് 60 വരെ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇതിലിതായി 80 ടീം കൊഴിഞ്ഞാമ്പാറയാണ് ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ക്ലെയിം ചെയ്യാം. സുനിശ്ചിതമായ പോയിന്റുകളാണ് നിങ്ങളുടെ ഗിഫ്റ്റ് ബോക്സിലുള്ളത്, നമ്മുടെ സ്പിന്നിലുള്ളത്. പൊന്നങ്കോടിന് കുറച്ചുകൂടെ ഒന്ന് ആഗ്രഹമുണ്ടോ? ഞങ്ങൾ 70 പറയും. 70 എന്ന് പറയുന്നു. 80 പോയിന്റ്. എല്ലാവരെയും സമ്മർദ്ദത്തിൽ അഴ്ത്തിക്കൊണ്ട് ജെല്ലിപ്പാറ 80 പോയിന്റുകൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. 80. പൊന്നങ്കോട് എന്ത് പറയുന്നു? വേണ്ടാന്ന് വയ്ക്കുന്നു. ഇരുമ്പുകച്ചോല എന്ത് ചെയ്യുന്നു? നിങ്ങളൊന്നും പറഞ്ഞില്ലേ ഇതുവരെ? വേണ്ട എന്ന് വെക്കുകയാണ്. കൊഴിഞ്ഞാമ്പാറ എന്ത് പറയുന്നു? വേണ്ടാന്ന് വെക്കുന്നു. അതുകൊണ്ട് ഈ ഗിഫ്റ്റ് ബോക്സ് തുറക്കാനുള്ള അവസരം അത് ജെല്ലിപ്പാറയുടേതാണ്. വരൂ. ടീം ജെല്ലിപ്പാറ, നിങ്ങൾ എത്ര പോയിന്റുകളാണ് കൊടുത്തിരിക്കുന്നത്? 80 പോയിന്റ്. 80 പോയിന്റ്. നിങ്ങൾ എന്താണ് 80 എന്ന് വിളിക്കാൻ കാര്യം? ആദ്യം വേണ്ടാന്ന് വെച്ച് പിന്നെ എടുക്കാന്ന് തോന്നി. അതൊരു മോശം തീരുമാനമാണോ? അല്ല, ശ്രമിച്ചു നോക്കാം. തീർച്ചയായും അതൊരു മോശം തീരുമാനമാകാൻ വഴിയില്ല. കാരണം ഇതിൽ തന്നെ 40 പോയിന്റ് കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് കൊടുത്തതെങ്കിലും മുതലാകാനുള്ള സാധ്യതയുണ്ട്, കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഞാനും ഇങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ആരും അതിൻ്റെ മുകളിലേക്ക് വിളിച്ചു പോകാത്തത് എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഈ 2 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 40 പോയിന്റ്. ഒരെണ്ണം പറഞ്ഞാൽ. ചോദ്യം ഇതാണ്: ലോകചരിത്രത്തിൽ പരിശുദ്ധ സഭയുടെ ഐക്യത്തിന് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട്. അവ എന്ത് കാരണം കൂടാതെ ഉണ്ടാവുകയില്ല എന്നാണ് തിരുസഭ മനസ്സിലാക്കുന്നത്. ലോകചരിത്രത്തിൽ പരിശുദ്ധ സഭയുടെ ഐക്യത്തിന് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട്. അവ എന്ത് കാരണം കൂടാതെ ഉണ്ടാവുകയില്ല എന്നാണ് തിരുസഭ മനസ്സിലാക്കുന്നത്. ഉത്തരം പറയാം. തെറ്റിയാലും നിങ്ങളെ കാത്തൊരു ചോദ്യം കൂടുതൽ. സമയം. പാപവും അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഐക്യത്തിനും ഉണ്ടാകുന്ന വിള്ളലുകൾ മൂലം. നിങ്ങളുടെ ഉത്തരം പാപം മൂലം. അതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന പാപവും അതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ഭാരം. നിങ്ങൾ അതിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞങ്ങ് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് ശരിയെന്ന് പറയാമായിരുന്നു. ഇനിയിപ്പോൾ അതിന് നിർവാഹമില്ല. മനുഷ്യൻ്റെ പാപം എന്നാണ് അതിന് പറയേണ്ടത്. മനുഷ്യൻ്റെ പാപം കൂടാതെ അങ്ങനെ സംഭവിക്കില്ല എന്നാണ്, അല്ലേ? അനൈക്യം ഉണ്ടാകുന്നത്
സഭയുടെ വലിയ ചരിത്ര കാലഘട്ടത്തിൽ ധാരാളം ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്, അനൈക്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ഒരിക്കലും ദൈവമല്ല, മനുഷ്യൻ്റെ പാപങ്ങളാണ്. നമ്മുടെയൊക്കെ പാപങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണമെന്നാണ് തിരുസഭ മനസ്സിലാക്കുന്നത്. ആകുലപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. വളരെ എളുപ്പമുള്ള രണ്ടാമത്തെ ചോദ്യം നിങ്ങളെ കാത്തിരിക്കുന്നു. ചോദ്യം ഇതാണ്: അതുകൊണ്ട് സഭ അവളിൽ പാപികളുണ്ടെങ്കിലും വിശുദ്ധയാണ്, കാരണം അവൾക്ക് കൃപാവരത്തിൻ്റെ ജീവനല്ലാതെ മറ്റു ജീവനില്ല. അവളുടെ അംഗങ്ങൾ അവളുടെ ജീവിതം നയിച്ചാൽ അവർ വിശുദ്ധരാക്കപ്പെടും. ഇതാരുടെ വാക്കുകൾ? നിർഭാഗ്യവശാൽ ആ ഉത്തരം തെറ്റാണല്ലോ ടീം ജെല്ലിപ്പാറ. നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എന്ന് പറഞ്ഞ ഉത്തരം പോളാറാമൻ മാർപ്പാപ്പയുടേതായിരുന്നു. അത് നിങ്ങൾക്ക് പറയാമായിരുന്നതാണ്. അത് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ അത് പറയാവുന്നതാണ്. തെറ്റിപ്പോയത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന് സമാനമായ ഒരു വാചകം, ഏതാണ്ട് അടുത്ത് വരുന്നൊരു വാചകം വിശുദ്ധ അഗസ്തീനോസിൻ്റെതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ആശയക്കുഴപ്പം വന്നത്. പക്ഷെ ഒന്ന് ചോദിക്കാമായിരുന്നു, രണ്ടാമത്തെ ചാൻസ് ആയിരുന്നുകൊണ്ട്. ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന സ്പിൻ വീൽ മാത്രമാണ്. ഈ വീലിൽ നിങ്ങൾ കൊടുത്ത 80ഉം അതിന് മുകളിൽ 90ഉമാണ് ബാക്കിയുള്ളത്. നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. വരൂ. ആരാണത് സ്പിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്? 80, 70, 60, 80, 70, 60, 80, 40. 40 പോയിന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ സില്ലിക്ക് ടീം ജെല്ലിപ്പാറ, നിങ്ങൾ 80 പോയിന്റ് മുടക്കിയാണ് ലേലം വിളിച്ചത് എടുത്തത്. നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 40 പോയിന്റുകളാണ്. വലിയ നഷ്ടമില്ല, പകുതിയെങ്കിലും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അഭിനന്ദനം അർഹിക്കുന്നു. അഭിനന്ദനങ്ങൾ. നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അവസാനത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യം നിങ്ങൾ വില കൊടുത്തു വാങ്ങുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ആദ്യത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. എന്നാൽ മൂന്നാമത്തെ ചോദ്യത്തിന് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം ഉണ്ടാവുകയില്ല, നിങ്ങൾ തന്നെ ഉത്തരം പറയേണ്ടതായിട്ട് വരും. വ്യക്തമാണോ? നമുക്ക് ആരംഭിക്കാം. ടീം ജെല്ലിപ്പാറ, ഗ്രാൻഡ് ഫിനാലെ, അതിൻ്റെ അവസാനത്തെ റൗണ്ട്, അവസാന അവസരങ്ങൾ. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ കാത്തു നിൽക്കുന്നില്ല. എടുക്കൂ. ആകെയുള്ളതിൽ നിന്ന് 30 പോയിന്റുകൾ നിങ്ങൾ കൈവിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു ചോദ്യം തിരഞ്ഞെടുക്കാം. നീല നിറമുള്ള ചോദ്യമാണ് ഇഷ്ടപ്പെട്ടത്. ചോദ്യം ഇതാണ്: ഇത് സമ്പൂർണ്ണ ക്രിസ്തുവാണ്. ശിരസും ശരീരവും പരലിൽ നിന്ന് രൂപപ്പെടുത്തിയ ഒന്ന്. ശിരസ് സംസാരിച്ചാലും അവയവങ്ങൾ സംസാരിച്ചാലും ക്രിസ്തുവാണ് സംസാരിക്കുന്നത്. അവിടുന്ന് ശിരസെന്ന നിലയിലും ശരീരമെന്ന നിലയിലും സംസാരിക്കുന്നു. ആര് പറഞ്ഞതാണിത്? സെന്റ് അഗസ്റ്റിൻ. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതാണിത്. നിങ്ങൾ എന്താണ് ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. എന്താണത്? മുമ്പേ ഞങ്ങളത് തന്നെ തൊട്ടു മുൻപ് ഈ വാചകമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് നിങ്ങൾ വിശുദ്ധ അഗസ്തീനോസ് എന്ന് പറഞ്ഞത്. 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അഭിനന്ദനങ്ങൾ ടീം ജെല്ലിപ്പാറ. നിങ്ങൾ കരസ്ഥമാക്കുന്നു 60 പോയിന്റുകൾ. ജെല്ലിപ്പാറ 60 പോയിന്റ് കയ്യിൽ കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യും? ഇനി എടുക്കാനാണോ തീരുമാനം? അതൊരു ഉചിതമായ തീരുമാനമാണോ ഈ സമയത്ത്? എന്തായാലും ലാസ്റ്റ് റൗണ്ടല്ലേ, കഴിയുവാണ്. എന്തായാലും ലാസ്റ്റ് റൗണ്ടാണ്, കിട്ടിയ അവസരം എല്ലാം ഉപയോഗിക്കും. ശരി, എടുക്കും. ഇത്തവണ റോസ് ചോദ്യം എടുക്കാം എന്ന് തീരുമാനിച്ചു. നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ. കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിച്ചത്. കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ. ഇതിന് പഴയ നിയമത്തിലെ മനോഹരമായ ഒരു പ്രതീകവുമായി ബന്ധമുണ്ട്. എന്താണ് ആ പ്രതീകം? അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഇതിനൊരു നല്ല പ്രതീകം? നിദ്രയിലായിരുന്ന ആദത്തിന്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വായെ ദൈവം സൃഷ്ടിച്ചു.
ഉത്തരം ശരിയാണ് ടീം ജെല്ലിപ്പാറ. ഈശോ മരണനിദ്രയിലായിരുന്നപ്പോൾ അവിടുത്തെ വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയ തിരിച്ചോരയിലും ജലത്തിലും സഭ രൂപപ്പെട്ടു എന്ന് നാം സഭാപിതാക്കന്മാരുടെ വാക്കുകളിലൂടെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ പറഞ്ഞു ഇതിന് പഴയ നിയമത്തിലെ ഒരു പ്രതീകവുമായി ബന്ധമുണ്ട്. ഉറങ്ങുകയായിരുന്ന ആദത്തിൻ്റെ വാരിയെല്ലിൽ നിന്ന്, ആദത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വ ജനിച്ചതുപോലെ മരണത്തിൻ്റെ നിദ്രയിലായിരുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് തിരുസഭ ജനിച്ചു എന്നാണ് അത്. അഭിനന്ദനങ്ങൾ ടീം ജെല്ലിപ്പാറ. 80 പോയിന്റുകൾ. ജെല്ലിപ്പാറ, ഇനി എന്താണ് ഉദ്ദേശം? അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. എടുത്തോളൂ. ജെല്ലിപ്പാറ, 2 ഉത്തരങ്ങൾ ശരിയായ സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം എടുത്ത് 50 പോയിന്റുകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഉചിതമായിരുന്നു? ഇല്ല. ഉചിതമല്ല? ഇല്ല, നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. നഷ്ടപ്പെടുത്തിയിട്ടൊന്നും ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. കിട്ടുമെന്നുള്ള ഉറപ്പാണത്. ഉറപ്പ്. നല്ല കാര്യം. ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്: ഈശോയും സഭയും ഒന്നാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥവും തിരുസഭയുടെ പ്രബോധനങ്ങളും സുവ്യക്തമായി പഠിപ്പിക്കും. CCCയുടെ 795 പാരഗ്രാഫിൽ അങ്ങനെ ക്രിസ്തുവും സഭയും ഒന്നിച്ച് എന്തായിത്തീരുന്നുവെന്നാണ് പഠിപ്പിക്കുന്നത്? സമ്പൂർണ്ണ ക്രിസ്തുവായിത്തീരുന്നു. സമ്പൂർണ്ണ ക്രിസ്തു. അങ്ങനെയായിരുന്നു നിങ്ങൾ പഠിച്ചത്. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ, അവസാന നിമിഷം നിങ്ങളുടെ ഈ മത്സരത്തിലെ തന്നെ അവസാനത്തെ അവസരം, അവസാന ചോദ്യം. ആ ചോദ്യം നിങ്ങൾ ശരിയാക്കിയിരിക്കുകയാണ്. ടീം ജെല്ലിപ്പാറ 100 പോയിന്റുകൾ കരസ്ഥമാക്കുന്നു. അഭിനന്ദനങ്ങൾ. ജെല്ലിപ്പാറയ്ക്ക് ഒരു ചെറിയ ആശ്വാസമൊക്കെ ആയും തോന്നുന്നു അല്ലേ? അടുത്ത അവസരം ടീം ഇരുമ്പകച്ചോലയ്ക്കുള്ളതാണ്. നമുക്ക് അവിടേക്ക് പോകാം. ടീം ഇരുമ്പകച്ചോല, എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഈ മത്സരത്തിലെ, ഈ വലിയ മത്സരത്തിൻ്റെ അവസാന എപ്പിസോഡിലെ അവസാനത്തെ അവസരം നിങ്ങളെ കാത്തിരിക്കും. എന്ത് ചെയ്യും? എടുക്കുക തന്നെയാണ്. എടുത്തോ. ആ കൂട്ടത്തിലെ ഏറ്റവും നല്ല ചോദ്യമാണോ ഇത്? അറിയില്ല. ചോദ്യം ഇതാണ്: ചരിത്രവുമായുള്ള തിരുസഭയുടെ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ, വൈരുദ്ധ്യം CCCയുടെ 770 പാരഗ്രാഫിൽ അവതരിപ്പിക്കുന്നു. എന്താണ്? ചരിത്രവുമായുള്ള തിരുസഭയുടെ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വൈരുദ്ധ്യം, ഒരു കോൺട്രഡിക്ഷൻ അവതരിപ്പിക്കുന്നു. സഭ ചരിത്രത്തിന് അതീതമാണ്, ചരിത്രാതീതമാണ്. അതൊരു കോൺട്രഡിക്ഷനാണ്. ഭാഗ്യവശാൽ നിങ്ങൾ അല്പം കൂടി ആലോചിക്കേണ്ടതായിരുന്നു. ആലോചിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഉത്തരം ശരിയായേനെ. നിങ്ങളുടെ ഉത്തരം പറഞ്ഞു വന്ന കാര്യത്തിനകത്തുണ്ട്. കോൺട്രഡിക്ഷനാണ് ചോദിച്ചത്. വൈരുദ്ധ്യം. വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ 2 വശം പറയണം അല്ലേ? എന്താണത്? ആർക്ക് പറയാം? സഭ ചരിത്രത്തിലാണ്, അതേസമയം ചരിത്രത്തിന് അതീതയുമാണ്. ഇത് രണ്ടും കൂടെ പറയുമ്പോഴല്ലേ അതിൻ്റെ വൈരുദ്ധ്യമാവുക അല്ലേ? അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായി പോവില്ലേ? നിങ്ങൾ പറഞ്ഞതിൽ ഉത്തരമുണ്ട്, പക്ഷേ ആ ഉത്തരം നമുക്ക് എടുക്കാവുന്ന ഉത്തരമല്ല. കാരണം വൈരുദ്ധ്യം നിങ്ങൾ അവതരിപ്പിച്ചില്ല. ടീം ഇരുമ്പകച്ചോല 30 പോയിന്റ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും നിങ്ങളെ കാത്ത് 2 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വേണം എടുക്കാം. ഇരുമ്പകച്ചോല, ഈ പോയിന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് 80 പോയിന്റ് കിട്ടും അല്ലേ? ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ ഇച്ഛയാണ് സൃഷ്ടി, അത് ലോകമെന്ന് വിളിക്കപ്പെടും. അതുപോലെ അവിടുത്തെ ഉദ്ദേശമാണ് മനുഷ്യ രക്ഷ, അത് സഭയെന്ന് വിളിക്കപ്പെടും. ഇതാരുടെ വാക്കുകൾ? ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ. ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ. ടീം ഇരുമ്പകച്ചോല, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾ നേടുന്നു 80 പോയിന്റുകൾ. ടീം ഇരുമ്പകച്ചോല, അടുത്ത ചോദ്യത്തിന് 100 പോയിന്റ് വരെ കിട്ടാം. പക്ഷേ 50 പോയിന്റ് പോകാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്യണം? ഈ അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത്? എടുക്കാൻ തന്നെയാണ് തീരുമാനം. എടുക്കും. ഒരു
ഒരു ചോദ്യം നഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ നല്ല മറ്റൊരു ചോദ്യം കിട്ടി. ഇത് നിങ്ങളുടെ പെനുവേൽ സീസൺ 2 അവസാനത്തെ ചോദ്യമാണ് എന്ന് കരുതാം, തെറ്റായി വന്നില്ലെങ്കിൽ. ചോദ്യം ഇതാണ്: തിരുസഭാ രഹസ്യത്തെക്കുറിച്ച് പറയാൻ ധാരാളം പ്രതീകങ്ങളും പ്രതിരൂപങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട്. നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ള പ്രതീകങ്ങൾ അവയെല്ലാം ഒരു അടിസ്ഥാന പ്രമേയത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഏത് അടിസ്ഥാന പ്രമേയത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ? ദൈവജനം. ദൈവജനം. ഈ അവസാന സമയത്ത് നിങ്ങളെ പറ്റിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ടീം ഇരുമ്പച്ചോല, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 100 പോയിന്റുകൾക്ക് അർഹമാകുന്നു. അടുത്ത അവസരം ടീം കൊഴിഞ്ഞാമ്പാറയ്ക്കുള്ളതാണ്. ഞങ്ങൾ കൊഴിഞ്ഞാമ്പാറയിലേക്ക് പോവുകയാണ്. ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങൾ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ നാളുകളുടെയൊക്കെ പെർഫോമൻസിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്? ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കാം. എന്ത് ചെയ്യണം? ഞങ്ങൾ ക്വസ്റ്റ്യൻ എടുക്കാൻ തീരുമാനിക്കുകയാണ്. 30 പോയിന്റ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. കൊടുക്കും. കൊഴിഞ്ഞാമ്പാറ, ഈ 30 പോയിന്റുകൾ കൈവിട്ടപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏത് സ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്? നമുക്ക് അറിഞ്ഞുകൂടാ, ഊഹം. ലാസ്റ്റ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ. ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാ: തിരുസഭ അവളിൽ പാപികൾ ഉണ്ടെങ്കിലും പരിശുദ്ധയാണ്. സഭ വിശുദ്ധമാണ് എന്ന് വിളിക്കപ്പെടാൻ 4 കാരണങ്ങളുണ്ട്. 3 എണ്ണം ഞാൻ പറയും. വിട്ടുപോയത് നിങ്ങൾ പൂരിപ്പിക്കണം. 1, ക്രിസ്തു തൻ്റെ വധുവായി സഭയെ സ്നേഹിച്ചതുകൊണ്ട് അവൾ പരിശുദ്ധയാണ്. 2, അവളെ തൻ്റെ ശരീരമായി തന്നോട് തന്നെ ചേർത്തതുകൊണ്ട് അവൾ പരിശുദ്ധയാണ്. 3, അവൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകിയിരിക്കുന്നത് കൊണ്ട് അവൾ പരിശുദ്ധയാണ്. ഏതാണ് 4-മത്തെ? നിങ്ങൾ ആവശ്യപ്പെടുന്നെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കും. അവൾക്ക് ശിരസായി ക്രിസ്തു ഉള്ളതുകൊണ്ട് എന്നത് ഞാൻ ഏതാണ്ട് അർത്ഥമുള്ള ഒരു കാര്യം പറഞ്ഞു പോയത്. നിർഭാഗ്യവശാൽ ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങൾ വിട്ടുപോയത് കണ്ടെത്തി. വിട്ടുപോയത് എന്തായിരുന്നു? ആർക്ക് പറയാം? അതിങ്ങനെയായിരുന്നു: അവളെ വിശുദ്ധീകരിക്കാനായി തന്നെ സമർപ്പിച്ചതും. ക്രിസ്തു തന്നെ സമർപ്പിച്ചതും. എഫെസൂസുകാർക്ക് ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ ദമ്പതികളെക്കുറിച്ച് പറയുന്ന സമയത്ത് അവതരിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണത്. ടീം കൊഴിഞ്ഞാമ്പാറ, സാരമില്ല, ആദ്യത്തെ ചോദ്യമാണ്, വലിയ വിലയില്ലാത്ത ചോദ്യമാണ്, 30 പോയിന്റുകളുടെ മാത്രം കാര്യമാണ്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ചോദ്യം എടുക്കാൻ പോവുകയാണ്. എടുത്തോളൂ. കൊഴിഞ്ഞാമ്പാറ, ചോദ്യം ഇതാണ്: ദൈവം തന്നോട് സംസർഗത്തിലായിരിക്കാനായി ലോകത്തെ സൃഷ്ടിച്ചു. എന്ത് കാര്യത്തിലുള്ള സംസർഗത്തിനായാണ് ലോകത്തെ സൃഷ്ടിച്ചത്? ദൈവിക ജീവനിലുള്ള സംസർഗത്തിന്. ഉത്തരം ശരിയാണ്. തന്റെ ദൈവിക ജീവനിലുള്ള സംസർഗത്തിനായിട്ടാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത്. ടീം കൊഴിഞ്ഞാമ്പാറ 80 പോയിന്റുകൾക്ക് അർഹമാകുന്നു. കൊഴിഞ്ഞാമ്പാറ, ഇനി എന്ത് ചെയ്യേണ്ടി വരും? അടുത്ത ചോദ്യം കൂടി എടുക്കുകയാണ്. 50 പോയിന്റ് കൊടുക്കാനാണ് തീരുമാനം. ആലോചിച്ചെടുത്ത തീരുമാനമാണോ അത്? അതെ. നല്ല ചോദ്യമാണ് നോക്കുന്നത് അല്ലേ? ഈ മത്സരത്തിലെ ടൈയൊന്നും വന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള അവസാനത്തെ ചോദ്യം: വിശുദ്ധ കുർബാനയും ഈശോയുടെ കുരിശുമരണവും ഒക്കെയായി ബന്ധപ്പെടുത്തി തിരുസഭ ജനിക്കുന്നത് പ്രഥമമായി എന്തിൽ നിന്നാണ് എന്നാണ് നിങ്ങൾ പഠിച്ചത്? വിശുദ്ധ കുർബാനയും ഈശോയുടെ കുരിശുമരണവും ഒക്കെയായി ബന്ധപ്പെട്ട് തിരുസഭ ജനിക്കുന്നത് പ്രഥമമായി എന്തിൽ നിന്നാണ് എന്നാണ് നിങ്ങൾ പഠിച്ചത്? യേശു തൻ്റെ അന്ത്യത്താഴ സമയത്ത് ആരംഭിച്ചതും കുരിശിലെ മരണവും ഉത്ഥാനവും വഴി പൂർത്തിയാക്കിയതുമായ തൻ്റെ ആത്മദാനത്തിൽ നിന്നാണ് തിരുസഭ ജനിക്കുന്നത്.
ക്രിസ്തുവിന്റെ വലിയ ഉത്തരവൊക്കെ പറഞ്ഞത് ശരിയാകും? ക്രിസ്തുവിന്റെ ആത്മദാനത്തിൽ ടീം കൊഴിഞ്ഞാമ്പാറ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്, പൂർണ്ണമായും ശരിയാണ്. 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നോ? ചെറിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് മുഴുവൻ അങ്ങ് പറഞ്ഞ് തീർത്തു. ക്രിസ്തുവിൻ്റെ ആത്മദാനത്തിൽ നിന്നാണ്, അവിടുന്ന് തന്നെ സ്വയം ശൂന്യനാക്കി നൽകിയപ്പോഴാണ് സഭ ജനിക്കുന്നത് എന്നതാണ് ഉത്തരം. ടീം കൊഴിഞ്ഞാമ്പാറ നന്നായിരിക്കുന്നു. നമുക്ക് പോകാം അടുത്ത ടീമിൻ്റെ പക്കലേക്ക്. ടീം പൊന്നങ്കോട്, എന്താണ് നിങ്ങളുടെ പദ്ധതി? അച്ഛാ, ഞാൻ ഗ്രൂപ്പിനോട് ആലോചിക്കണം. ഗ്രൂപ്പിനോട് ആലോചിക്കണം എന്ത് ചെയ്യണമെന്ന്. ആലോചിച്ചോളൂ. ഞങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങൾ എടുക്കുന്നില്ല. ഇത്രയും ചോദ്യങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്നില്ലെന്നാണോ പറയുന്നത്? അതെ. ഇത്രയും ചോദ്യങ്ങൾ, ഒരാൾ ഒരു സ്നേഹത്തോടെ ഒരു കാര്യം തരുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞങ്ങ്. ഇത്രയും നാൾ അച്ഛനോട് സ്നേഹത്തോടെ ഞങ്ങൾ കുറേ വാങ്ങി, ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. മത്സരത്തിൻ്റെ സമാപനത്തിൽ ഏതൊക്കെ ടീമുകളാണ് 1, 2, 3 സ്ഥാനങ്ങൾ നേടാനിരിക്കുന്നത് എന്നാണ് നാം ഇനി കാത്തിരിക്കുന്നത്. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്കും തുടർന്നുള്ള സമ്മാനദാനത്തിലേക്കും. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് മുൻപിൽ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലൂടെയും പങ്കുവെക്കലിലൂടെയും ലോകസുവിശേഷവൽക്കരണമാണ് പെനുവേൽ യാത്രയിലൂടെ സാധ്യമായത്. ഇതുവഴി കൂടുതൽ അമ്മമാർക്ക് മിശിഹായെ കൂടുതൽ അറിയുവാനും അവിടുത്തെ തിരുമുഖം ദർശിക്കുവാനും ഇടയായി. വചനതീക്ഷ്ണതയിൽ ഉജ്ജ്വലിച്ച് വാശിയേറിയ പോരാട്ടങ്ങൾക്കാണ് ഈ ഫ്ലോറ് സാക്ഷിയായത്. നാം ഏവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാലക്കാട് രൂപതാ മെത്രാൻ അഭിവന്ദ്യ പീറ്റർ കൊച്ചുപെരുക്കൽ പിതാവിനും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും ഓരോ മത്സരാർത്ഥികൾക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും സ്വാഗതം.
തുണയായി നീ തണലാകണം. അറിവേ വെളിച്ചം നിറവേ തെളിച്ചം അവിരാമമകതാരിൽ കുടികൊള്ളണം. ദൈവശാസ്ത്ര വൈജ്ഞാനിക മേഖലയിൽ അഗാധമായ പാണ്ഡിത്യം കൊണ്ട് ഈ വേദിയെ സമ്പുഷ്ടമാക്കിയ നമ്മുടെ ക്വിസ് മാസ്റ്റർ ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിലിനെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാം ഏവരും കാത്തിരിക്കുന്ന പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് മാസ്റ്ററിന് ഇതിന്റെ അവസാന നിമിഷങ്ങളിൽ, ഈ ഒരു ഗ്രാൻഡ് ഫിനാലയുടെ അവസാന നിമിഷങ്ങളിൽ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ശ്രവിക്കാം. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളോടൊപ്പം എനിക്കും പഠിക്കാൻ കഴിഞ്ഞു, വിശുദ്ധ ഗ്രന്ഥത്തെ കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞു, തിരുസഭയുടെ പ്രബോധനങ്ങളൊക്കെ പ്രഘോഷിക്കാൻ കഴിഞ്ഞു. വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. നമ്മളങ്ങനെ ഒരുമിച്ച് വലിയൊരു യാത്രയിലായിരുന്നു. അത് ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള കൃപ കർത്താവ് തന്നു. പരിശുദ്ധ സഭയുടെ ശുശ്രൂഷയിലാണ് നാം എല്ലാവരും. ആ ശുശ്രൂഷ കൂടുതൽ ചെയ്യാൻ നമ്മളെല്ലാം കർത്താവ് കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും എല്ലാവർക്കും, പ്രത്യേകിച്ച് വിജയികളായിരിക്കുന്നവർക്ക് നേരുകയും ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഗ്രാൻഡ് ഫിനാലയുടെ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും എത്തിയിരിക്കുന്ന ടീമുകളെ അനുമോദിക്കുന്നതിനും അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനുമായി ഷാലോം TV ജനറൽ മാനേജർ ശ്രീ സിബി സാറിനെയും പാലക്കാട് രൂപത മാതൃവേദിയുടെ ഡയറക്ടർ ഫാദർ ബിജു കല്ലിങ്കലിനെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം സിപി സാർ, ബിജു അച്ഛ, അഭിനന്ദ പീറ്റർ പിതാവേ, ബാക്കി വിശിഷ്ട വ്യക്തികളെ, ഷാലോം TVയും പാലക്കാട് രൂപതയും കൂടെ സംയുക്തമായി ഒരുക്കിയ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. ഞാനിതിൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നൊരു ചിന്ത പ്രകാരമാണ്, നമ്മുടെ അമ്മമാരെല്ലാം ഈ രീതിയിൽ ദൈവവചനം പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഭ എന്തുമാത്രം അനുഗ്രഹീതമായി മാറുമായിരുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഇന്ന് 4 ടീമാണ് ലാസ്റ്റുള്ളത്, അവസാനമുള്ളത്. ഒരു ടീമിന് 1-ാം സമ്മാനം ലഭിക്കും. 60 ടീമുകൾ പങ്കെടുത്തു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു കാറ് മേടിക്കാൻ ഒരു 10 ലക്ഷം രൂപ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കാറ് മേടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയുമോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടമായി പോയെന്ന്? പണം ഒരിക്കലും നഷ്ടമായി മാറില്ല. അത് നമുക്കെന്നും അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ അമ്മമാർ പഠിച്ച ഈ ദൈവവചനം എന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം വലിയ അനുഗ്രഹമായി മാറും. ഈശോ ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ അമ്മമാർ ഷാലോം TVയിലൂടെ ഭവനങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടു. അത് അനേക കുടുംബങ്ങൾക്കും പിതാക്കന്മാർക്കും മക്കൾക്കും സഭയ്ക്കെല്ലാം വലിയ ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സർ. 4 ടീമുകൾ മാറ്റുരച്ച നമ്മുടെ ഈ ഗ്രാൻഡ് ഫിനാലയിൽ 4-ാം സ്ഥാനത്തെത്തിയ ടീമിനെ പ്രഖ്യാപിക്കുന്നതിനായി പാലക്കാട് രൂപതയുടെ മാതൃവേദി ഡയറക്ടർ ഫാദർ ബിജു കല്ലിങ്കലിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആവേശകരമായ പെനുവേൽ ബൈബിൾ ക്വിസ് സീസൺ 2 പോരാട്ടങ്ങൾക്കൊടുവിൽ 4-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സെയിന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇരുമ്പകച്ചോല. 300 പോയിന്റുകളുമായി 4-ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു സെയിന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇരുമ്പകച്ചോല. മത്സരാർത്ഥികളെയും അവരുടെ ഹെൽപ്പ് ഡെസ്കിനെയും സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി ജിഷ ജെയിംസ്, ശ്രീമതി നിഷ ഷാജു, ശ്രീമതി റെജി സിബി,
ശ്രീമതി ജെയ്സ് ജിമ്മി, ശ്രീമതി വിൻസി മാത്യു, ശ്രീമതി ദീപ തോമസ്, ശ്രീമതി എൽസി ജോയ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഗ്രാൻഡ് ഫിനാലെയിൽ 3-ാം സ്ഥാനത്തെത്തി നിൽക്കുന്ന ടീമിനെ പ്രഖ്യാപിക്കാനായി ഷാലോം TV ജനറൽ മാനേജർ സിബി സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആവേശകരമായ മത്സരത്തിന്റെ 3-ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ചർച്ച് ജെല്ലിപ്പാറ. 330 പോയിന്റുകളുമായി സെയിന്റ് പീറ്റേഴ്സ് ചർച്ച് ജെല്ലിപ്പാറ 3-ാം സ്ഥാനത്തെത്തിയ ടീം അംഗങ്ങളെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി സോണിയ ഷനോജ്, ശ്രീമതി ഏഞ്ചൽ ഷിനോജ്, ശ്രീമതി മോളി ജെയ്സൺ, ശ്രീമതി ജിഷ റോയ്, ശ്രീമതി വിൻസമ്മ ബേബി, ശ്രീമതി ട്രീസ അബ്രാഹം, ശ്രീമതി ജോൺസി ഡൈജോ. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഷാലോം TV ജനറൽ മാനേജർ സിബി സാറിനെ ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ടീം അംഗങ്ങളെ ക്ഷണിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ 1-ഉം 2-ഉം സ്ഥാനം ലഭിച്ചിരിക്കുന്ന ടീമുകളെ പ്രഖ്യാപിക്കുന്നതിനായി പാലക്കാട് രൂപതയുടെ മെത്രാൻ അഭിവന്ദ്യ പീറ്റർ കൊച്ചുപുരക്കൽ പിതാവിനെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പിതാവെ, അങ്ങേക്ക് സ്വാഗതം. ഈ നിമിഷങ്ങളിൽ അഭിവന്ദ്യ പിതാവിന് ഞങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 പാലക്കാട് രൂപതയിലെ അമ്മമാരെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് നടത്തപ്പെട്ട ബൈബിൾ ക്വിസ് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ സമാപിക്കുകയാണ്. വിജയികളെ ഓരോന്നോരോന്നായിട്ട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് രൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് ഈ അമ്മമാരെക്കുറിച്ച് വലിയ അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. അവർക്ക് കിട്ടിയ സമയം എത്രമാത്രം ഉന്നതമായ രീതിയിലാണ് അവർ പ്രയോജനപ്പെടുത്തിയതെന്ന് ഈ സമയം മുഴുവനും വീക്ഷിച്ചിരുന്ന എനിക്ക് നന്നായിട്ട് ബോധ്യമായി. എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകാത്ത തരത്തിലുള്ള ഒരു വചനയാത്രയാണ് ഈ കാലയളവിൽ നമ്മുടെ അമ്മമാർ നടത്തിയിട്ടുള്ളത്. ഇത് കേവലം ഒരു ചെറിയ സമൂഹം, അമ്മമാരെന്ന് പറയുന്ന ആ സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. അവർ വഴി ലോകം മുഴുവനും ഈ വിശുദ്ധ വചനയാത്രയുടെ അലയടികൾ ഉയർന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു സംവിധാനം ഷാലോം ടെലിവിഷനും പാലക്കാട് രൂപതയിലെ മാതൃവേദിയും ചേർന്ന് അവതരിപ്പിച്ച ഈ ഒരു വലിയ സംവിധാനം അതിൻ്റേതായ നന്മകൾ ലോകത്തിൽ മുഴുവനും എത്തിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: വചനമായ ഈശോ ജനിച്ചു എന്ന പ്രതീതിയാണ്. ഈ ഒരുക്കത്തിന് നാളുകൾ മുഴുവനും ഈ അമ്മമാർ ഒരു പ്രത്യേക അർത്ഥത്തിൽ ക്യാരിയിങ് ആയിരുന്നു, അല്ലേ? വചനത്തെ സംവഹിക്കുന്ന ക്യാരിയിങ് മദേഴ്സായിരുന്നു. അത് ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഈശോ ജനിച്ചു കഴിഞ്ഞതുപോലെയുള്ള ഒരു പ്രതീതി ഈ അമ്മമാർ ഈ വേദിയിൽ വെച്ച് നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്. ഇവരെല്ലാവരും, അമ്മമാരെല്ലാവരും വളരെ സ്വസ്ഥരാണ്, ശാന്തരാണ്. കാരണം വലിയൊരു സംഭവം കഴിഞ്ഞിരിക്കുകയാണ്. ശാന്തതയോടൊപ്പം തന്നെ വലിയ സംതൃപ്തിയാണ് ഈ അമ്മമാരുടെ എല്ലാവരുടെയും മുഖത്തുള്ളത്. സങ്കീർത്തകൻ പറയുന്നത് പോലെ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതകളിൽ പ്രകാശവുമാണ്. നിങ്ങളുടെ മുമ്പോട്ടുള്ള കുടുംബജീവിത പ്രയാണത്തിൽ ഈ ദൈവവചനം നിങ്ങളുടെ പാതകളിൽ വലിയ വെളിച്ചം ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ സമ്മാനം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഈ പഠനയാത്രയിൽ ഒത്തിരിയേറെ വചന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് പങ്കുവയ്ക്കാം, ഇനിയും അവസരങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങൾ ഇടപെടുന്ന ഓരോ മേഖലയും ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അനുഗ്രഹപൂരിതമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് വളരെ മനോഹരമായി ഇവിടെ
നടത്തിയത്, അതിൻ്റെ ക്വിസ് മാസ്റ്ററായി പ്രവർത്തിച്ചത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺ കലമറ്റത്തിൽ അച്ഛനാണ്. ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ദൈവശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം, അതിൻ്റെ ആഴം, കേവലം ഒരു അറിവുള്ള വ്യക്തി എന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം പകർന്നു നൽകുന്നതിന്, പഠിപ്പിക്കുന്നതിന് പോലും ഈ വേദി അദ്ദേഹം പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. അതൊരു സത്യമാണ്. ഏതായാലും വളരെ കാർക്കശ്യത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹം ഈ ഗ്രാൻഡ് ഫിനാലെയിൽ ഒരു നല്ല ക്വിസ് മാസ്റ്ററായിട്ട് പ്രവർത്തിച്ചത് എന്നെനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അരുണച്ചന് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. രൂപതയുടെ മാതൃവേദി ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്കലച്ചൻ ആണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, മാതൃവേദിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയങ്ങളാണ്. ബിജു അച്ഛനെയും അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്ന പാലക്കാട് രൂപത മാതൃവേദിയുടെ ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ CHF ആണ്. സിസ്റ്റർ ലിൻഡ ഇതിൻ്റെ കോർഡിനേഷന് വേണ്ടി കാര്യമായി അധ്വാനിച്ചു. സിസ്റ്ററിനെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായി നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രിയപ്പെട്ട അമ്മമാരാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ അമ്മമാരെയും വളരെ സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ കാണുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ വേദിയിൽ പലവിധത്തിൽ സാങ്കേതിക സഹായങ്ങൾ ചെയ്ത എല്ലാവരെയും, പലതരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടെ, നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ദൈവവചനം നമ്മളെ ചലിപ്പിക്കട്ടെ. ദൈവവചനം ഇനിയും നമ്മളിൽ അത്ഭുതങ്ങൾ വിരിയിക്കാൻ ഇടവരട്ടെ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ 1-ാം സ്ഥാനത്തെത്തി വിജയികളായ ടീമിനെ പ്രഖ്യാപിക്കുന്നതിനായി പാലക്കാട് രൂപതയുടെ മെത്രാൻ അഭിവന്ദ്യ കൊച്ചുപുരയ്ക്കൽ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ല് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സെയിന്റ് ആന്റണീസ് ഫൊറൈൻ ചർച്ച് പൊന്നങ്കോട്. ടീം അംഗങ്ങളെ പിതാവിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ശ്രീമതി ഫിലോമിന ജോർജ്, ശ്രീമതി ഷീന ജിജോ, ശ്രീമതി ഗ്ലാഡിസ് ടോമി, ശ്രീമതി നീനു ആന്റോ, ശ്രീമതി ജയ ഫ്രാൻസിസ്, ശ്രീമതി മറിയ ബിനോ, ശ്രീമതി സിൽവി റോബിൻ. 380 പോയിന്റോട് കൂടി പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ൽ വിജയിയായ ടീം പൊന്നങ്കോടിന് ക്യാഷ് അവാർഡ് നൽകുന്നതിനായി പാലക്കാട് രൂപതയുടെ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി ടീം അംഗങ്ങളെയും ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ ക്വിസ് മത്സരത്തിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിനെ പ്രഖ്യാപിക്കാനുള്ള സമയമായി. അതിനായി അഭിവന്ദ്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 2-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സെയിന്റ് ആന്റണീസ് ചർച്ച് കൊഴിഞ്ഞാമ്പാറ. 370 പോയിന്റുകളുമായി സെയിന്റ് ആന്റണീസ് ചർച്ച് കൊഴിഞ്ഞാമ്പാറ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ൽ 2-ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം കൊഴിഞ്ഞാമ്പാറയിലെ അംഗങ്ങളെ പിതാവിൽ നിന്നും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ശ്രീമതി ലില്ലി ജോസഫ്, ശ്രീമതി മേരി ജോണി, ശ്രീമതി ഡെയ്സമ്മ ബോബൻ, ശ്രീമതി മിനി ജോർജ്, ശ്രീമതി ഷേർലി മാത്യു, ശ്രീമതി ഷെൽജി ബിജു, ശ്രീമതി ജിൻസി മനോജ്. അഭിവന്ദ്യ പിതാവിൽ നിന്നും ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങുന്നതിനായി ടീം കൊഴിഞ്ഞാമ്പാറയെ ക്ഷണിക്കുന്നു. നന്ദിയുടെ ഒരു വാക്ക് സംസാരിക്കുന്നതിനായി ഷാലോം TV ജനറൽ മാനേജർ ബഹുമാനപ്പെട്ട സിബി സാറിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനേക അമ്മമാർ ദൈവത്തിൻ്റെ വചനം പഠിച്ചു. അത് അവർക്കും കുടുംബത്തിനും സഭയ്ക്കെല്ലാം വലിയ അനുഗ്രഹമായി മാറും. പാലക്കാട് രൂപത, പ്രത്യേകിച്ച് മാതൃവേദി ഇതിനോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അഭിനന്ദിക്കുകയാണ് അവരെ, നന്ദി പറയുകയാണ്. ഷാലോം ടിവിയോട് ചേർന്ന് ഷാലോം ടിവിയിൽ ഇങ്ങനെ ചിന്ത വന്നപ്പോൾ തന്നെ, അത് പങ്കുവച്ചപ്പോൾ തന്നെ വലിയ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട പീറ്റർ പിതാവ് ഈ പ്രോഗ്രാമിനെ സ്വീകരിച്ചു.
മാതൃവേദിയുടെ ഡയറക്ടർ അച്ഛനെ ഏൽപ്പിക്കുകയും അവർ ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുകയും ചെയ്തു. എല്ലാവരെയും ഓർത്ത് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും, അതോടൊപ്പം തന്നെ അമ്മമാരെ ഇതിനു വേണ്ടി ഒരുക്കിയ കുടുംബനാഥന്മാർക്കും, ഇതിനുവേണ്ടി ത്യാഗമേറ്റെടുത്ത കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും, അതോടൊപ്പം തന്നെ ഒത്തിരി ഇടവക വികാരിച്ചമാർ ഈ ദിവസങ്ങളിൽ ഇവരെ സപ്പോർട്ട് ചെയ്തു. അവരെല്ലാം ഓർത്ത് അവർക്കെല്ലാം ഷാലോമിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ഒത്തിരി കഷ്ടപ്പെട്ടതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ക്വിസ് മാസ്റ്റർ ഫാദർ അരുണച്ചനെ സ്നേഹത്തോടെ ഓർക്കുന്നു. അച്ഛൻ്റെ അവതരണ ശൈലി ഒത്തിരി ആവേശം പകരുന്ന ഒത്തിരി മനോഹരമായിരുന്നു. അച്ഛനെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ മനോഹരമായിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ച നമ്മുടെ അവതാരകർ ആമി, ഹിമ എന്ന ആ രണ്ട് നമ്മുടെ കുട്ടികളെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു.